ലോകമഹായുദ്ധകാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ചൊറിഞ്ഞു മേടിച്ച പണിയെന്നാണ് അമേരിക്കക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ജപ്പാൻ മുമ്പ് മറ്റു രാജ്യങ്ങളോട് ചെയ്ത എല്ലാ സാധനങ്ങളും എല്ലാവരും മറന്നു എന്നുള്ളതാണ്. ഈ ആറ്റം ബോംബ് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നുള്ളൂ. കുറച്ച് ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്താൽ അങ്ങനത്തെ ട്രൈബുകളെ നമുക്ക് കാണാം. ചിലപ്പോൾ അവർ പച്ചയിറച്ചിയൊക്കെ കഴിക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മതത്തിന് ഇങ്ങനെ പ്രശ്നം, ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാൻ ഈശ്വരവിശ്വാസിയല്ല, നിങ്ങൾ എന്തിനാ എന്നോട് ഇത് പറയണം, എനിക്ക് കേൾക്കണ്ട. പക്ഷെ അതിൽ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരിഞ്ഞ് അടിയടന്നു. ചില വൈറലായ കുറിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യ എന്നെ സോളോ ട്രിപ്പ് വിട്ടു, അവളുടെ പിറന്നാളിന്, അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ വിടുക എന്ന് വെച്ചാൽ എന്താ, താലി കെട്ടി കാലിലും കെട്ടി കിട്ടോ, അങ്ങനെയല്ലോ. കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്യൂജി ആപ്പിൾസ് ഭയങ്കര ഫേമസ് ആണ്. ഒരു കൈയുടെ ഇത്ര വലിപ്പം, ഇത് തള്ളണതല്ല, കറക്റ്റ് ഞാൻ കയ്യിൽ വെച്ച് നോക്കി തന്നെ അതിന്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഒരു രാജ്യത്തെ ടോയ്ലറ്റിനെ പറ്റി നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടത്. അതൊരു ഇത്രയും ഫേമസ് ആയ ഒരു യൂട്യൂബ് ചാനൽ. എനിക്ക് ജപ്പാനെ പറ്റി പറയുമ്പോൾ ടോയ്ലറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ജപ്പാനിലെ എക്സ്പെൻസ് എങ്ങനെയാണ്. ജപ്പാനെ പറ്റി പറഞ്ഞാൽ ഞാൻ തുടങ്ങിയാലും പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ എപ്പിസോഡ് ഇവിടെ തീർക്കാൻ പറ്റുന്നത്. എല്ലാ സ്റ്റോപ്പിലും നിർത്താത്തുണ്ട്, ചില സ്റ്റോപ്പിൽ നിർത്താത്ത നമ്മളിങ്ങനെ നിൽക്കണ ഒരു കാഴ്ച പറയുന്ന പോലെ തോന്നുന്നത്. ആക്രമണ കാഴ്ചകളോട് അപ്പൊ എത്രയൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുന്നത്. 5 ലോക്കേഴ്സ് ആണുള്ളത്, ഞാൻ ഒറ്റയ്ക്കില്ല. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടാവുക ലക്ഷ്മിയുടെ കാഴ്ചപ്പാടില്? എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ മറന്നു ഒരു സ്ഥലമാണ്. ആരും ചാനലൊന്നും ഏതെങ്കിലും യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ട്രാവലിസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവലിസ്റ്റയുടെ സൈക്കിൾ സീരീസ് മുതൽ നമ്മളുടെ എല്ലാ വീഡിയോസും കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണല്ലോ നിങ്ങൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലതരം കണ്ടൻറ്റുകൾ നമ്മളുടെ ഈ ചാനൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. സ്ത്രീ യാത്രികരെ അവരുടെ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പോഡ്കാസ്റ്റ് സീരീസാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയൊരു പോഡ്കാസ്റ്റ് സെഷനിൽ ആദ്യത്തെ അതിഥിയായിട്ട് നമുക്ക് എത്തുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമ്മുടെ സ്ത്രീകളുടെ എല്ലാം ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് യാത്രകൾ ചെയ്ത ഒരാളാണ്. ആളെ നമുക്ക് വെൽക്കം ചെയ്യാം. കവിത സലീഷ്. താങ്ക് യു. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പോഡ്കാസ്റ്റിലേക്ക് എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. സാൻഡോനെ എനിക്ക് ദുബായിൽ വെച്ചിട്ടാണ് പരിചയം. ഒരു ഹൈക്കിങ്ങിൽ, സഞ്ചാരി ഗ്രൂപ്പ് ചെയ്തൊരു ഹൈക്കിൽ അതിഥിയായിട്ട് സാൻഡോ എത്തിപ്പെടാനുള്ള പരിചയമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ. ഒരു യാത്രിക എന്ന നിലയിൽ നമുക്ക് ചേച്ചിയെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? യൂട്യൂബ് വീഡിയോസിൽ കൂടെയും ഫേസ്ബുക്ക് യാത്രാ ഗ്രൂപ്പുകളിലെല്ലാം നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി ട്രാവലിസ്റ്റയുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അബുദാബിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. അതെ, ഞാൻ അബുദാബിയിലെ ഒട്ടാക്ക് ഇൻ്റർനാഷണൽ എന്നുള്ള കൺസൾട്ടൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് സലീഷ് അബുദാബി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. തത്വീർ എന്നുള്ളതിൽ ഡിസൈൻ മാനേജറാണ്. എനിക്ക് 2 മക്കളാണ്. ഒന്ന് ഗായത്രി സലീഷ്, പുള്ളിക്കാരി നാട്ടിലാണ് പഠിക്കുന്നത്. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിരണ്യ സലീഷ് എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ അബുദാബിയിൽ 20 വർഷത്തോളമായി താമസിക്കുന്നത്. അപ്പോൾ ട്രാവലേഴ്സിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയാണ് യാത്ര ചെയ്ത് തുടങ്ങിയതെന്നല്ലേ? അപ്പോൾ കവിത ചേച്ചി പറയൂ, എങ്ങനെയാണ് കവിത ചേച്ചി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ചെറുതിലെ നമ്മുടെ ബന്ധു വീടുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിലിരുന്ന് പോണതും, അതെല്ലാം നമ്മളെ സ്കൂളിലെ NCC NSS നാച്ചർ ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അവിടെ നിന്നൊക്കെ എക്സ്കർഷൻസ് കൊണ്ടും, പറമ്പിക്കുളം, അതെല്ലാം നമ്മുടെ ഭൂതത്താങ്കിട്ട്, അതൊക്കെ അങ്ങനെ പോയ സ്ഥലങ്ങളാണ്. NCCയിലുള്ളപ്പോൾ ഊട്ടിയിൽ പോയിട്ട് അവിടെ 10 ദിവസത്തെ ക്യാമ്പ്, അങ്ങനെ ഈ യാത്രകൾ മനസ്സിൽ കടന്നുകൂടുന്നത് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു ഓരോ യാത്രാനുഭവങ്ങളില്ലേ. എസ്കേപ്പറ്റുകാട്, ഇപ്പോഴൊക്കെ ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്. ആ കാലത്ത് ഇൻ്റർനെറ്റൊക്കെ ഇല്ലാത്ത കാലത്ത് ആൾ കത്തുകൾ എഴുതിയിട്ടാണ് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ജോലി കിട്ടിയപ്പോൾ നമുക്ക് വിശാലമായിട്ട് യാത്രയാണ്. ഇത് എന്തൊക്കെ പറഞ്ഞാലും തുട്ട് വേണം യാത്ര ചെയ്യണമെങ്കിൽ അല്ലേ? എയർഫെയർ, ഹോട്ടൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം യാത്രകൾ കുറച്ചും കൂടെ കൂടുതലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് തരം യാത്രകളാണ് ഇപ്പോൾ നമ്മൾ ട്രാവലേഴ്സിനോട് ചോദിക്കുമ്പം പലതരത്തിലുള്ള യാത്രകൾക്ക് അവർക്ക് ഇഷ്ടമായിരിക്കും. സൈറ്റ് സീയിങ് ആയിരിക്കും, ട്രക്കിംഗ് ആയിരിക്കും അല്ലേ? അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് എങ്ങനെയാണ്? എനിക്ക് എല്ലാം പോവും. അതിപ്പോൾ ചരിത്രമായാലും സീനറി അല്ലെങ്കിൽ ഓഷ്യൻ,
മൗണ്ടൻസ് ട്രക്കിങ്ങും കൂടെ ചെയ്യുന്ന ആളാണ്. ഹൈക്കിങ് അത് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഹൈക്കിങ് എല്ലാവർക്കും അറിയാലോ, ലക്ഷ്മി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അറിയാലോ, ഹൈക്കിങ് എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല, ഫിറ്റ്നസ് ആണ്. അപ്പം ഫിസിക്ക് നോക്കണ്ട, അതൊക്കെ ആ സമയത്ത് ഒരു 3-4 മാസം മുമ്പ്. എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ഈ തടി വെച്ചിട്ട് എങ്ങനെയാണ് EBC ചെയ്തത്, എങ്ങനെയാണ് വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമല്ലേ? അല്ല, പ്രശ്നമല്ല. തടി ഒരു പ്രശ്നമല്ല. തടി ഒരു പ്രശ്നം ആവണത് ശ്വാസം എടുക്കാൻ, മലമുകളിൽ നമ്മൾ പഠിച്ച് കയറി കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ മറ്റുള്ളവരുടെ അത്ര സ്പീഡിൽ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല, ശ്വാസം ഒരു പ്രശ്നമായതുകൊണ്ട്. അപ്പം അതിന് മുമ്പ് തയ്യാറെടുപ്പുകൾ നടത്താറില്ലേ, 4-5 മാസം കഠിനമായിട്ട് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, എന്നിട്ട് ട്രക്കിങ്ങിന് പോകണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും അപ്പുറത്ത് നമുക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരണമെന്നുള്ളൊരു സംഭവമല്ലേ EBCയിൽ ചെല്ലണം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് മേലെ ചെല്ലണം. ഞാൻ ഈ 2 കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ചേച്ചി അങ്ങനെയല്ല, ചേച്ചിയുടെ ഒക്കെ ലെവൽ കുറച്ചുകൂടെ ഹൈ ആണ്. എവിടേക്കാണ്, കിളിമാഞ്ചാരോ ചെയ്തു, മൗണ്ട് എൽബ്രസ് ചെയ്തു, ആ വിശേഷങ്ങൾ പറയുക കേട്ടെ. കിളിമഞ്ചാരോ ചെയ്യാൻ, അത് ആഫ്രിക്കയിലെ ഏറ്റവും ഹയസ്റ്റ്, അതാണല്ലോ അതിൻ്റെ ഒരു സിംഗിൾ സ്റ്റാൻഡിങ് മൗണ്ടൻ. പിന്നെ അത് എന്താ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, വെറുതെ നടന്നങ്ങ് കയറിയാൽ മതി. അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടൻ, ഇത്ര ഹയസ്റ്റ്, അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷെ ഞാൻ കിളിയിലേക്ക് എത്താൻ കാരണം എനിക്ക് വ്യത്യസ്തമായ ടെറൈനിലുള്ള പർവ്വതങ്ങൾ കയറണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഹിമാലയൻ സൈഡിൽ ഞാൻ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേപ്പാൾ സൈഡിലുള്ള ഹിമാലയം EBCയും ചെയ്തു. കിളിമഞ്ചാരോ ആഫ്രിക്കൻ സൈഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂറോപ്പിലെ ഹയസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള റഷ്യയിലെ എൽബ്രൂസ് ചെയ്തു. ഇനി അമേരിക്കയിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ചേച്ചി പറഞ്ഞ കിളിമഞ്ചാരോ, എൽബ്രസും ഒക്കെ. അപ്പം എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഈ ട്രക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി ചെയ്തിരുന്നത്? അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാനുള്ളൊരു അവസരമാണിത്. അപ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഫിസിക്കൽ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 മാസം നമ്മളെല്ലാ ട്രക്കിങ്ങിനും ചെയ്യുന്ന കാര്യമാണ്. 3-4 മാസം നന്നായി നടക്കുക, അല്ലെങ്കിൽ ഓടുക, ചെറിയ ചെറിയ കുന്നുകളോ മലകളോ അങ്ങനെയൊക്കെ വീടിനടുത്തുണ്ടെങ്കിൽ അതൊക്കെ കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഫിസിക്കൽ ഉള്ളൊരു പ്രിപ്പറേഷനാണ് ആദ്യം വേണ്ടത്. കിളിമഞ്ചാരോക്ക് വർഷം മുഴുവൻ സീസണാണ്, അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം, അങ്ങനെ സീസൺ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ എൽബ്രൂസ് കുറച്ച് പ്രശ്നമാണ്, അതിന് കുറച്ച് അധികം പ്രിപ്പറേഷൻസും കാര്യങ്ങളും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സീസൺ ഉണ്ട്. അത് മെയ് മുതൽ അത് ഓഗസ്റ്റ് വരെ മാത്രമാണ്, സെപ്റ്റംബറിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ട് ഫസ്റ്റ് വീക്കൊക്കെ, അത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റഷ്യയിലെ കറൻസി അറിയാം, ഇപ്പോൾ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് പല ബുക്കിങ്ങുകളും ചെയ്യാൻ പറ്റില്ല. ചില അവരുടെ എയർലൈൻസ്, പിന്നെ അതുപോലെ ക്യാഷ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് പ്രശ്നമാണ്. നോർമൽ നമ്മുടെ കാർഡുകളൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ റഷ്യയിലെ എൽബ്രൂസ് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്, ആഫ്രിക്കയിൽ നമ്മൾ നോർമൽ ട്രെക്ക് ചെയ്യുന്ന പോലെ എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ട് പോവാം, ഏത് സീസണിൽ വേണമെങ്കിലും പോവാം. പല റൂട്ടുകളുണ്ട്, ഒരു 8-9ഓളം റൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് റൂട്ടാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അത് ഓരോ റൂട്ടിനനുസരിച്ചും അതിന് എടുക്കേണ്ടതായ ദിവസങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലെമോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിക് റൂട്ടാണ്, ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും 2-3 ദിവസം. അപ്പോൾ അങ്ങനെ വെറും ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തോടെ പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂട്ട് എടുക്കാം. അപ്പം നമ്മുടെ ചോയ്സാണ് ഏത് റൂട്ട് എടുക്കണം എന്നുള്ളത്. പിന്നെ അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്, അപ്പം ടാൻസാനിയയിലാണ് ഉള്ളത്. അവിടെ തന്നെ നമുക്ക് സഫാരി ഉണ്ട് അതിൻ്റെ സൈഡിൽ. അതുപോലെ ഒരുപാട് എത്തനിക് എന്താ പറയുക വർഗ്ഗങ്ങളില്ലേ, ട്രൈബുകൾ, ആദിമ മനുഷ്യനുള്ള കാലത്തുള്ള ട്രൈബുകളുള്ള സ്ഥലം കൂടിയാണ് അത്. അവരിപ്പോഴും തനിമ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. അവരുടെ ഡ്രസ്സായാലും പകുതി ഡ്രസ്സൊന്നും ഇല്ല. പിന്നെ അവരുടെ വീടുകളാണെന്നുണ്ടെങ്കിൽ പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ തനിമയുള്ള കുറച്ച് ഉള്ളിലേക്കൊക്കെ യാത്ര ചെയ്താൽ അങ്ങനത്തെ ട്രൈബുകളെ നമുക്ക് കാണാം. ചിലപ്പോഴൊക്കെ ഒരു പച്ചിറച്ചൊക്കെ കഴിക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് എലമെൻ്റ് ഉണ്ട് കിളിമഞ്ചാരോ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ. ഇപ്പം എൽബ്രൂസ് ആണെങ്കിൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരുടെ കൂടിയാണ്, റഷ്യൻ ആൾക്കാരുടെ കൂടിയാണ് ചെയ്യാൻ പോകുക കൂടുതലും. കാരണം അധികം ആൾക്കാരുടെ സഞ്ചാരികൾ പൊതുവിൽ കുറവാണ്, ഇപ്പം പ്രത്യേകിച്ച് ഈ കോൺഫ്ലിക്റ്റും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് കുറവാണ്. അപ്പോൾ അവർ ഫിറ്റ്നസിൻ്റെ കാലത്ത് ഹൈ ലെവലാണ്. ഇപ്പോൾ കിളിമഞ്ചാരോയിലെ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പച്ച പാവങ്ങളാണ്, തൊട്ടപ്പുറത്തുള്ള ലോക്കൽ എഡ്യൂക്കേറ്റഡ് അല്ല അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷേ എൽബ്രൂസിലെ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ എവറസ്റ്റ് കയറിയവരാണ്, അവർ തന്നെ ലോകത്തിലെ പല ഹയസ്റ്റ് മൗണ്ടൻസും കയറിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫിറ്റ്നസ് ലെവലിൻ്റെ അടുത്തൊക്കെ എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പോൾ കുറേ റൂട്ടുകളുണ്ടെന്ന് പറഞ്ഞില്ലേ കിളിമാഞ്ചാരോയിൽ പോകാനായിട്ട്, അപ്പോൾ ചേച്ചി ഏത് റൂട്ടാണ് ചൂസ് ചെയ്തത്? ഞാൻ ലെമോഷൻ എന്നിട്ടുള്ള റൂട്ടാണ് എടുത്തത്. അതിൽ തന്നെ 8 ദിവസത്തെ ഉണ്ട്, 7 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലെമോഷൻ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സീനിക് റൂട്ട്, പിന്നെ അധികം റീസെൻ്റ് ആയിട്ടാണ് അത് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയത്, അധികം ആൾക്കാർ പോകാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ വരണ്ട ഒരു ഒറ്റയ്ക്കുള്ളൊരു കൊടുമുടി, അതിൽ കുറച്ച് രസം കണ്ണിന് കുളിർമയൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ലെമോഷൻ റൂട്ട്. പിന്നെ അതിനകത്ത് ഈ
കുരങ്ങന്മാര് കുറച്ചുണ്ടാവും, ഒരു പ്രത്യേക തരം കുരങ്ങന്മാരാണ്, വെള്ളത്താടിയും അങ്ങനത്തെ, അങ്ങനെ കുറച്ച് വന്യമൃഗങ്ങളെയും ഇടയ്ക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പിന്നെ റൂട്ട് ഞാൻ എടുത്തത്. കേട്ടിട്ടുണ്ട് ഈ റൂട്ടില് ഈ ഫോസിൽ പോലുള്ള മരങ്ങള് ഉണ്ടെന്ന് ആ, പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ പറ്റും. അപ്പൊ പായലൊക്കെ പിടിച്ചിട്ട് നമ്മൾ വേറെ ഏതോ ഒരു ഗ്രഹത്തിലൊക്കെ ചെന്ന പോലെ ചില ഇംഗ്ലീഷ് മൂവിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു മരങ്ങളൊക്കെ കാണാം. അത് ലമോഷോ റൂട്ടിലാണ്. മച്ചാമേന്നുള്ള റൂട്ട് എടുത്താലും ഇത് കാണാൻ പറ്റും. ആദ്യത്തെ 2 ദിവസം കാടുകളിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ പറഞ്ഞില്ലേ പച്ചയിറച്ചി കഴിക്കൂന്നൊക്കെ പറഞ്ഞില്ലേ. ഉം. അപ്പം ആ ഒരു സ്ഥലത്ത് അപ്പൊ നമുക്ക് ചെല്ലുമ്പോ നമുക്ക് എന്താ ഫുഡ് കിട്ടുക? നമ്മളത് ക്യാരി ചെയ്ത് പോവോ ഇവരെ കാണാൻ അതാ. പോകുന്ന സമയത്ത്? അതെ അതെ, നമുക്ക് ഉള്ള ഫുഡ് നമ്മൾ ക്യാരി ചെയ്താണ് പോകുന്നത്. പക്ഷെ അവര് വേട്ടയാടി കൊണ്ടുവരുന്ന ഇറച്ചി അവര് മൃഗങ്ങള്. ആ അവര് ചുട്ടെടുക്കാറുണ്ട്. ചുട്ടെടുക്കും, ഉണക്കാൻ വെക്കും. അപ്പോൾ അതിൽ നിന്ന് ചുട്ടെടുത്തേന്നൊക്കെ നമുക്ക് ഷെയർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ടേസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? പച്ചയിറച്ചി കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് എന്താണെന്നറിയോ, ദൂരേക്ക് പോയിട്ട് ഇവർ വേട്ടയാടി വരുമ്പോഴേക്കും അവർക്ക് വിശക്കും. അപ്പോഴാണ് അവർ ആ പച്ചയിറച്ചി കഴിക്കുന്ന സംഭവം ഉള്ളത്. വീട്ടിൻ്റെ അടുത്ത് അത് സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവർക്ക് അവിടെ വെച്ച് പാചകം ചെയ്യാം. കുറച്ച് അവർ വെയിലത്ത് ഉണക്കാനൊക്കെ ഇടും. വെറുതെ കെട്ടി, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പം അങ്ങനെ കെട്ടി തൂക്കിയിടും. നമുക്ക് തന്നിട്ടുണ്ട്. പച്ചയിറച്ചിയല്ല, ചുട്ടത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് മൃഗത്തെയാ കഴിച്ചത്? അതൊരു തരം മാനുണ്ട്, ഒരു മാനിന്റെ ഒരു ഇതാണ്. പിന്നെ ഇല്ലെങ്കിൽ ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവർ പട്ടിണിയും ഇരിക്കാറുണ്ട് അവര്. അതുപോലെ തേനൊക്കെ എടുത്തിട്ട് ഭക്ഷണം, അതൊക്കെയാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഹത്സബയുടെ മൃതദേഹം അവർ മറവിയില്ല. അവരെവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പാറയിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. അത് അവരുടെ ഒരു വിശ്വാസമാണ് അത്. അപ്പോൾ പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്യും, അതെടുത്തിട്ട് മറവ് ചെയ്ത് ഈ പരിഭാഷ എങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്നയാൾ മരിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പൊ ഒരു ഇഷ്യൂ വരില്ലേ അവരുടെ മൃതദേഹം എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്? പക്ഷെ ഗവൺമെന്റ് അത് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് അവര് മറവ് ചെയ്ത് ഇടും. അപ്പൊ അവരെന്ത് ചെയ്യും? വെറുതെ ഇടും അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്ന് കഴിക്കും അത്? അതും ഉണ്ടാവും. കഴുതപ്പുലികൾ വന്ന് കഴിക്കാറുമുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം ഇവര് പക്ഷെ ഒരു തരത്തിലും ഇവര് കുറച്ചുപേരൊക്കെ വിട്ടുപോയി. ഇപ്പോഴും 250 പേര് തന്നെ തനത് ശൈലിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ മാറ്റം അവിടെയും കാണുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ലിപിയെ ഇല്ലാത്ത ഭാഷ കൊണ്ട് നടക്കണം. അല്ല, കുറച്ചുപേര് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും തനത് ശൈലിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇനി എൽബ്രസ് കഥ കേൾക്കാം അല്ലെ? അതായത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. യൂറോപ്പ് എന്നുള്ള കോണ്ടിനെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഹയസ്റ്റ് മോണ്ട് ബ്ലാങ്ക് ആണ്. പക്ഷെ യൂറോപ്പ് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൽബ്രൂസ് ആണ് അതിൽ ഹയസ്റ്റ് എന്ന് പറയാം. അപ്പൊ അത് റഷ്യയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് സീസൺ ഉണ്ട്. അങ്ങനെ തോന്നിയ സമയത്ത് പോകാൻ പറ്റില്ല. അത് അപ്പോഴേ തുറക്കുള്ളൂ. അത് സ്നോ മൗണ്ടൻ ആണ്. കിളിമഞ്ചാരോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വ്യത്യാസം ഞാൻ പറഞ്ഞത്. അത് വെറുതെ നടന്ന് കയറിയാൽ മതി. ഇതാണെങ്കിൽ നമുക്ക് ആക്സ് യൂസ് ചെയ്യണം, സ്നോ ആക്സ്. അത് പ്രത്യേക ട്രെയിനിങ് അതിന് എടുത്തിരുന്നോ? നേരത്തെ എടുത്തില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിലൊരു ദിവസം അവർ ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ BC ചെയ്തപ്പോൾ ക്രാമ്പൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പോയ സമയത്ത് അധികം സ്നോ ഇല്ലായിരുന്ന കാരണം എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇതില് ക്രാമ്പൺസ് വരും ഏറ്റവും മുകളിലേക്ക് കയറുമ്പോൾ. പിന്നെ ഇത് ഏത് സീസൺ പോയാലും അങ്ങനെ തന്നെ, ഏത് സീസണിലായാലും ഈ 2 സാധനങ്ങൾ നമുക്ക് മസ്റ്റ് ആണ്. അത് അവര് ട്രെയിനിങ്ങും തരും. നമ്മൾ അവിടെ നിന്ന് ഗിയേഴ്സ് ഒക്കെ റെന്റിന് എടുക്കില്ലേ, അപ്പൊ ഫുൾ ലിസ്റ്റ് ഗൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് 2 സംഭവം എന്തായാലും ഉണ്ടത്. പിന്നെ ആദ്യമേ ഓടിപ്പോയിട്ട് എൽബ്രൂസിൽ അവർ കയറ്റില്ല. വേറെ 2 മൗണ്ടൻസ് അക്ലമൈറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിച്ചിട്ടാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുള്ളൂ. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ശരിക്കും പറഞ്ഞാൽ സീസൺ ഒരു വിഷയം തന്നെയാണ്. ഞാൻ മെയിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഡിസിഷനായിരുന്നു. മെയിൽ പോയപ്പോൾ ഈ അക്ലമൈറ്റൈസേഷനുള്ള 2 മൗണ്ടനും അതും സ്നോ മൂടി കിടക്കായിരുന്നു. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മുടെ മുട്ടിൻ്റെ അത്രയും സ്നോ ഒക്കെ എടുക്കുന്നത്. നമ്മൾ ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ കുഴിഞ്ഞങ്ങ് പോകില്ലേ, ആ കാലിനെ വലിച്ചെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അങ്ങനെ എനർജി കുറേ അതിലങ്ങ് എൻ്റെ വേസ്റ്റായി. അപ്പോൾ ഈ ജൂൺ ജൂലൈയിൽ ഞാൻ പോയതിന് ശേഷം കുറേ ഫ്രണ്ട്സ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഇത് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് എനിക്ക് അങ്ങനെ ആരെയും കിട്ടിയില്ല, അതൊന്നും ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും. അപ്പോൾ തെറ്റായൊരു തീരുമാനം മെയിൽ പോയെന്നുള്ളതാണ്. അപ്പോൾ കാലിങ്ങനെ വലിച്ചു കയറുമ്പോൾ അവർക്കത് കുഴപ്പമില്ല, റഷ്യൻസിന്. കാരണം അവരുടെ മുറ്റത്തൊക്കെ സ്നോ ആയിരിക്കും, ഇത്രയും പൊക്കത്തില്ല. ആൾക്കാർ അല്ലെങ്കിൽ ക്ലീനേഴ്സ് വന്നത് ക്ലീൻ ചെയ്യണവരെ അവർ വെയിറ്റ് ചെയ്യൊന്നുമില്ല. അവരെ വണ്ടി എടുത്ത് പോകുമ്പോഴൊക്കെ മുറ്റത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുത്തി ചവിട്ടിയൊക്കെ ഇങ്ങനെ ലിറ്ററലി ഞാൻ കാലിങ്ങനെ പൊക്കിക്കെടുത്ത് വെച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റഷ്യയിലെ ആൾക്കാരുടെ ഫിറ്റ്നസ് ലെവൽ ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ നോക്കിയാൽ അറിയാം. ചൈന, റഷ്യ, അവിടെ നിന്നുള്ളവർക്കൊക്കെ മെഡൽസ് കൂടുതലവർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വലിയൊരു വ്യത്യാസം, അപ്പോൾ ടെറൈൻ്റെ വ്യത്യാസം ഇതാണ്. ആ സമയത്തൊക്കെ സ്നോ എപ്പോഴും ഇതിന് പുറത്ത് സ്നോ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഷാഡോ, ഒരു ഹാങ്ങിങ് ഷാഡോ നിൽക്കണ പോലെയാണ് ശരിക്കും ഉള്ള സമയത്ത് എൽബ്രൂസ് കാണുകയാണെങ്കിൽ. എയറിൽ നിൽക്കാന്ന് പറയും.
പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ചില യാത്രകൾ എപ്പോഴും നമ്മൾ വിചാരിക്കണ പോലെ നടക്കില്ലല്ലോ. ഇത് ഞാനന്ന് കയറിയ സമയത്ത് നല്ല കാറ്റും എന്താ പറയുക ഐസ് മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഇരുട്ടത്ത് കണ്ണ് കാണാതെ നടക്കണ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ച് സോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ച് നല്ലതായിരുന്നു. ഞാനൊരു റഷ്യൻ ഗ്രൂപ്പിന്റെ കൂടെ പോയത്. സോളോ ചെയ്യാൻ പറ്റുമോ? സോളോ ചെയ്യാൻ ഗൈഡ് എന്തായാലും വേണം, മസ്റ്റാണ്. അല്ലെങ്കിൽ സോളോ ചെയ്യാവുന്നതാണ്. ഈ സേഫ്റ്റിയുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? അപ്പം ഈ നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ മൗണ്ടൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മൗണ്ടൻ സിക്നസ് ഒക്കെ വന്നിട്ട് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നൊക്കെ കേട്ടില്ല. അപ്പം ഈ എൽബ്രസിൽ എങ്ങനെയാ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണോ? അല്ല, കാരണം നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ കിളിയൊക്കെ നമുക്ക് എപ്പോൾ വേണേലും കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൽ അങ്ങനെയല്ല. ഇതിലൊരു സ്നോ വാർണിംഗ് ആണ് ഇതുണ്ടെങ്കിൽ അന്ന് ട്രെക്കിംഗ് നടക്കില്ല, സമ്മതിക്കില്ല അവർ പോകാൻ. അപ്പോൾ നമുക്ക് ഭാഗ്യം കൂടെ വേണം ഇത് കയറണമെങ്കിൽ. ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ സബ്മിറ്റ് പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഗ്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു വലിയ റഷ്യൻ ലോക്കൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. എന്ത് സംഭവിച്ചാൽ ഞങ്ങളുടെ മുമ്പ് പോയവർ ഇങ്ങനെ വലിയ സ്നോ സ്റ്റോം കണ്ടപ്പോൾ അവർ തിരിച്ചിറങ്ങി. പക്ഷെ എൻ്റെ ഗൈഡ് ഒരു ലേഡി മറ്റേ മൻസുലു പർവ്വതമല്ലേ നേപ്പാളിലെ വലിയ, അതൊക്കെ കയറിയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അവർക്ക് നിർബന്ധമാണ് ഞങ്ങൾ എങ്ങനെയും കയറ്റണം. പക്ഷെ അതിൽ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരിഞ്ഞ് അടിയടന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾ എന്തിനു കൊണ്ടുപോകണമെന്ന് അവർ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ ഇവർക്ക് ഇവരുടെ ഒരു പേര് നിലനിർത്താൻ വേണ്ടി ഞാൻ വീഴുകയൊക്കെ ചെയ്തു. എൻ്റെ 2 ഹൈക്കിംഗ് പോള് കണ്ണും കാണില്ല, ടോർച്ചുണ്ട് പക്ഷെ എന്നാലും കണ്ണു കാണില്ല. കാറ്റിങ്ങനെ വീശി അടിക്കണം, അതിൻ്റെ തണുപ്പ് വേറെ. അപ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ ഇടിഞ്ഞു വീണ് എൻ്റെ പോളും പോയി. ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ നമ്മളതിൽ പിടിച്ച് നടക്കുന്നുണ്ടാവും. അപ്പം ഇടിഞ്ഞു വീണ് തന്നെ ഒരു പോളില്ല, ഗൈഡിൻ്റെ ഒരു പോള് തന്നെ. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമവും കൂടെയുള്ളൊരു യാത്രയായിരുന്നു എൽബ്രൂസ്. അത്ര കിളിയുടെ പോലെ അങ്ങനെ തെളിഞ്ഞ് നിൽക്കണത് പറ്റില്ല. അത് ഒരു കാരണം മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ റോങ് സീസൺ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ജൂൺ ജൂലൈ ആകുമ്പോൾ ഈ ആക്ലമൈറ്റൈസ് ചെയ്യണ 2 പർവ്വതങ്ങൾ പച്ചപ്പ് പിടിച്ചാൽ കിടക്കുക. അപ്പോൾ നമുക്ക് അതിലെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? അതിൽ നേരെ കയറി പോയാൽ മതി. ടോപ്പിൽ മാത്രമേ മഞ്ഞുണ്ടാവുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. ഈ ക്രാമ്പൺസും ഐസാക്സിലി കൊടാലി വെച്ച് ഇങ്ങനെ കുത്തി ഗ്യാപ്പ് ഉണ്ടാക്കി കയറുന്നത്, അതൊക്കെ ഇടിഞ്ഞൊഴിഞ്ഞ് നമ്മൾ എത്ര വീഴും വീണ്ടും പ്രാക്ടീസ് ചെയ്യിച്ചിട്ടാണ് ഗൈഡ് നമ്മളെ കയറ്റുള്ളൂ. അങ്ങനെയാണ് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഒരു നന്നായി നോക്കും. പിന്നെ ഇതിൻ്റെ ക്യാമ്പ് എന്ന് പറയുന്നത് ട്രെയിലർ വണ്ടികളില്ലേ, അതാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്കീയിങ് നടക്കുന്ന ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. പക്ഷെ നമ്മൾ താമസിക്കുന്നത് കിളിയിൽ നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിട്ടാണെങ്കിൽ ഇതിനകത്ത് ട്രെയിലറിലാണ് നമ്മൾ താമസിക്കുക. അപ്പോൾ എത്ര ദിവസമാണ് മുഴുവൻ ചെയ്യാൻ? 7 ഇതുപോലെ തന്നെ അവിടെയും 2 റൂട്ടുണ്ട്. നോർത്തേൺ റൂട്ട് എന്ന് പറഞ്ഞിട്ട് സദേൺ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നോർത്തേൺ റൂട്ട് ഭയങ്കര പ്രശ്നമുള്ളതാണ്. കാരണം നമ്മൾ കിടക്കാനുള്ള ടെൻറ്റും സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്തൊക്കെ പോകണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഹട്ടുകളൊക്കെ കിട്ടും. ഹട്ടിൽ കിടന്നിട്ട് ട്രെയിലറിൽ കിടന്നിട്ട്. ഇതിനു മുമ്പ് 2 മൗണ്ടൻസ് കയറണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ 7 ദിവസം? അതെ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പൊ എത്ര ഡിഗ്രി സ്ലോപ്പിലായിരിക്കും നമ്മൾ? ഒരു 80 ഡിഗ്രിയിലൊക്കെ കയറേണ്ട സമയം കയറുണ്ടാവും മുഴുവൻ നമ്മൾ മൗണ്ടൻ മുഴുവൻ? കുറച്ചുണ്ടായിരുന്നു, കുറച്ച് അങ്ങനത്തെ കുത്തനെയുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ജൂണിൽ പോയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ 2 മൗണ്ടൻസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞില്ല അക്ലമൈറ്റൈസേഷന് വേണ്ടിയിട്ട്? അത് എന്താ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതോ അവിടെ മഞ്ഞുണ്ടാവില്ലേ? ടോപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കാല് വലിച്ചിട്ട് നമുക്ക് ഈ മഞ്ഞിക്കൂടെ നടക്കുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു 3 മൗണ്ടൻസിൽ അത് ചെയ്തു ഈ മെയിൽ പോയതുകൊണ്ട് മാത്രം. അതല്ല ജൂൺ ജൂലൈ ആണെന്നുണ്ടെങ്കിൽ ഈ സമ്മിറ്റിൽ മാത്രം അത് മൗണ്ട് എൽബ്രൂസ് പ്രോപ്പർ മൗണ്ടനിൽ അവിടെ മാത്രം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം എന്താ സംഭവിച്ചത്, എൻ്റെ എനർജി മൊത്തം വേസ്റ്റ് ആവാണ്. അത് നമ്മൾ മെയിൻ ശരിക്കും നമുക്ക് എവിടെയാണ് അടിച്ചു പൊളിച്ച് കയറേണ്ടത്? മൗണ്ട് എൽബ്രൂസിന്റെ ടോപ്പിലാണ്. അതന്നെ സമ്മിറ്റ് പോയിന്റിലാണ്. ഈ 2 മൗണ്ടൻസ് അതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരും? ഇല്ല, ആദ്യത്തെ മൗണ്ടൻ ഒരു ദിവസം, രണ്ടാമത്തെ 2 ദിവസങ്ങളിലായിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിൽ. ഒരു മൗണ്ടന്റെ പേര് ചെഗത്താണ്, ആദ്യത്തെ മൗണ്ടന്റെ പേര് ഞാൻ മറന്നുപോയി. അത് മാറ്റി മാറ്റി എടുക്കാറുണ്ട്, ഓരോ ഗൈഡുകളെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് UK-യിലുള്ള ഒരു ഫ്രണ്ട് പോയപ്പോൾ അവർക്ക് വേറെ മൗണ്ടനാണ് കൊടുത്തത്. അപ്പൊ ഏതാണ് അവർ ചൂസ് ചെയ്യുന്നത്? ചെഗത്ത് എല്ലാവരും എടുത്താറുണ്ട്, ചെഗത്തിനുള്ള മൗണ്ടൻ എല്ലാവരും എടുത്താറുണ്ട്. ഈ കോക്കസ് മൗണ്ടൻസിന്റെ ഒരു നല്ല 360 വ്യൂ കിട്ടും, ഭയങ്കര രസമാണ് അത്. അപ്പൊ ഈ 2 മൗണ്ടൻസ് അല്ലാതെ വേറെ മൗണ്ടൻസ് ഉണ്ട് ഈ അക്ലമൈറ്റൈസേഷന് വേണ്ടിയിട്ട്? വേറെ മൗണ്ടൻസ് കൊടുക്കുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഗൈഡ് ഏതാണ് ചൂസ് ചെയ്യണേ അതിനനുസരിച്ച്. പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ഏത് സൈഡിലാണ് വന്നേക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച്. പക്ഷെ നല്ല രസമുള്ള ട്രയലുകളാണ്. നല്ല മരത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ ദൂരം പോണതും അതിനൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ട്രെയിലൊക്കെ കാണാൻ രസമാണ്. പക്ഷെ ഇവരൊപ്പം ഓടി എത്താൻ നമുക്കൊരു പാടുപെടും. ഗൈഡ് അപ്പോൾ ഫസ്റ്റ് ഡേ നോക്കും ഇങ്ങനെ ആരാണ് ഏറ്റവും പുറകിൽ, പിന്നീട് അവരെ ഏറ്റവും ഫ്രണ്ടിൽ നടത്താൻ നോക്കും.
അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ സ്ലോ ദ ഹോൾ ഗ്രൂപ്പ് team നമ്മൾ മൊത്തം സ്ലോ slow ആവും. അപ്പൊ ആവും. അവര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത 2 തീരുമാനങ്ങൾ എൽബ്രൂസിൽ തെറ്റിപ്പോയത്. ഒന്ന് സോളോ ചെയ്യണമായിരുന്നു അവിടെ, രണ്ടാമത്തത് ഈ മാസങ്ങൾ. പക്ഷെ ജൂൺ ജൂലൈയിൽ പോയ അബുദാബി എന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അയാൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജൂൺ ജൂലൈ എടുത്തോണ്ട് മാത്രം സബ്മിറ്റ് ചെയ്യണമെന്നില്ല. മഴയുടെ പ്രശ്നം ഉണ്ടാവോ? സ്നോ സ്റ്റോം വന്നപ്പോൾ ഒരു ആ ഗൈഡ് കയറണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് ഒരു ദിവസം റിസർവ് ഡേ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് എന്തെങ്കിലും ക്ലൈമറ്റ് ഇഷ്യൂസ് വന്നാണെങ്കിൽ ഓക്കെ സബ്മിറ്റ് അന്ന് വേണ്ട, നെക്സ്റ്റ് വീക്ക്. അന്നും വരുവാണെങ്കിലോ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. കാരണം നമ്മൾ അടച്ചേക്കണ പൈസ അത് വരുത്തി. അയാൾ ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു അവരുടെ ഗൈഡിൻ്റെ അടുത്ത്, ഞാൻ എക്സ്ട്രാ പൈസ ഇല്ല, അത് ഹോൾ ക്യാമ്പ് അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ഡേക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടാവും, അങ്ങനെ കുറെ ഇല്ല. ഇത് എന്തായാലും ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. നമുക്ക് നമ്മുടെ പേസിനനുസരിച്ചല്ലേ ഗൈഡ് നടക്കണം. നമ്മളൊരാള് അല്ല ഈ ഡേ എക്സ്റ്റെൻഡ് ചെയ്യുന്നതില്ലേ, അത് സമ്മതിക്കില്ല. അത് അത് സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പക്ഷെ ഈ പേസ് കാരണം നമ്മള് ഇപ്പൊ ഞാനാണ് ഇപ്പൊ ലാസ്റ്റ് വന്നത്. ഞാൻ വറീഡായിരുന്നു, അയ്യോ ഞാൻ ഫ്രണ്ടിൽ നടക്കുമ്പോൾ ഞാൻ സ്ലോ ആകുമ്പോൾ ഈ നാട്ടുകാർ ബുദ്ധിമുട്ടല്ലേ ഞാൻ കാരണം. അങ്ങനത്തെ ഒക്കെ നമുക്ക് കൺസേൺസ് വരുമ്പോൾ നമ്മള് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് നമുക്കുണ്ട്. അതായത് ഈ കാല് വലിച്ച് നടക്കണത് അവരുടെ പോലെയല്ല നമ്മള്. പിന്നെ ഫുഡ് അത്ര നല്ല നമുക്ക് പിടിക്കാത്ത ടൈപ്പ് ഫുഡാണ്. ഈ ഉപ്പും മുളകൊക്കെ ഭയങ്കര കുറവുള്ള അങ്ങനത്തെയൊക്കെ കിട്ടി. പൊട്ടറ്റോസ് അങ്ങനത്തെ പുഴുങ്ങിയത്, അങ്ങനത്തെ കുറേ റഷ്യൻ വിഭവങ്ങളാണ് നമുക്ക് തരാം. സോളോ ആണെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ചും കൂടെ പ്രിഫറൻസ്, നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ അറ്റ്ലീസ്റ്റ് ചോദിക്കും. മറ്റേതൊരു കോമൺ ഗ്രൂപ്പിനുള്ള ഫുഡുകളല്ലേ ഉണ്ടാവുള്ളൂ. സൂപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം എനർജി സേവിങ്ങും അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമുക്ക് ട്രെക്കിങ്ങിന് കാലാവസ്ഥ വലിയൊരു ഘടകമാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഗൈഡിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോ പുറകിലാണ്, ഇത്തിരി ഡിലേ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവര് മറ്റേ വേഗം ആ സാധനം ഉണ്ടെന്ന് മാത്രമല്ല, കട്ട് ആൻഡ് ത്രൂ ആണ്, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറയും. അങ്ങനെ കരഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ആൾക്കാർ അവിടെ പറഞ്ഞാൽ തന്നെ മറ്റേ ഉള്ള കോൺഫിഡൻസ് മൊത്തം പോയില്ലേ? അല്ല, അവര് നമ്മളെ നിങ്ങൾക്ക് കയറാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത് ഒരു വ്യത്യാസം പറഞ്ഞത്. ഈ പ്രൊഫഷണലിസം കാണിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് റഷ്യയിലുണ്ടായിരുന്നത്. ആ സമയം സോളോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല, നമ്മൾക്ക് വേണ്ടി ആരും കാത്തു നിൽക്കുന്നില്ലല്ലോ. ഇല്ല, നമ്മൾ ഈ അക്ലമൈറ്റൈസേഷൻ അല്ലെങ്കിൽ ഇതിന് കയറാൻ ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഈ ഒരു കേബിൾ കാർ വഴി ഒരു ക്യാമ്പ് പോലത്തെ സ്ഥലത്തുണ്ട്. അവിടെ നമ്മൾ കണ്ടെയ്നർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പതുഷ്കോ റോക്ക് എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ റഷ്യൻ പേരുകളൊക്കെ പറയാൻ കുറച്ച് പാടാണ്. അതാണ് ഞാൻ ആ പേരുകളൊക്കെ മെൻഷൻ ചെയ്യാണ്ട് പോണത്. ആ റോക്സിൻ്റെ അവിടെയാണ് ഒരു പോയിന്റ് ആണ്, അത് ഈസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അതും സെക്കൻഡ് ഹൈസ്റ്റ് പോയിന്റ് ആണ് എൽബ്രൂസിലെ ഈ മൗണ്ടനിൽ. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ ഈ ക്രാമ്പൺസും ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു പോയിട്ട് തിരിച്ചു വരേണ്ടത്. പിറ്റേ ദിവസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് ഇത് തീർക്കേണ്ട, സബ്മിറ്റ് മാത്രം തീർക്കാം. പക്ഷേ ഈ 2 ദിവസത്തെ പരിപാടിക്കാണ് അവർ നമ്മൾ 7 ദിവസത്തെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണത്. അതിലൊരു ദിവസം നമ്മൾ ഈ സ്നോ വാക്സ് വെച്ചിട്ടുള്ള ഈ കയറ് കെട്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ തരും. അതെന്ന് വെച്ചാൽ നല്ല രസമാണ് അതൊക്കെ. ഏത് സ്നോ വാക്സ് വെച്ചിട്ട് പോകുന്നത് അത്ര ഇതായില്ല. ഞാൻ കുറേ ഇടിഞ്ഞൊഴിഞ്ഞു പോകണം. കാരണം സ്നോ വാക്സ് വെച്ചിട്ട് ഒരു കുഴി ഇങ്ങനെ നിൽക്കുക, 80 ഡിഗ്രിയിൽ നിൽക്കണ മൗണ്ടനിലൊരു കൊടാലി കൊണ്ട് വെട്ടിയിട്ടൊരു കുഴി ഉണ്ടാക്കും. അതിൽ നമ്മൾ ആദ്യത്തെ കാല്, അടുത്ത കുഴി, എന്നിട്ട് മുകളിൽ വേറൊരു കുഴി, അതിലൊരു കൈയും പിടിക്കണം, അടുത്ത ഇതിൽ വെച്ചിട്ട് അടുത്ത കാലം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ കയറുമല്ലേ. അതുപോലെ തന്നെ കയറ് പിടിച്ചിട്ടുള്ള പ്രാക്ടീസ് വരുമ്പോൾ നമ്മുടെ അരയിൽ ഹാർനസ് വെക്കൂലേ, എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ നീങ്ങിയിട്ട് അടുത്തത് വീണ്ടും കൊളുത്തിട്ട് അങ്ങനെ. അപ്പോൾ ഇവർ ആട്ടുക്ക് ചെയ്യും. അതായത് നല്ല കാറ്റ് വരുവാണെങ്കിൽ നിങ്ങളങ്ങനെ വീഴാതിരിക്കും. അങ്ങനത്തെയൊക്കെ പ്രാക്ടീസൊക്കെ തരും. ഒറ്റ കാര്യമുള്ളൂ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ പോയ അത് ലോക്കൽ ഗ്രൂപ്പ് എടുത്തുകൊണ്ടായിരിക്കും പറ്റിയത്. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭയങ്കര രസമുള്ള സംഭവം, ഈ സ്നോ ഫോക്സുകളുണ്ട്, ഗോൾഡൻ കളറിലാണ്. അതുങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല. ഞാൻ ഈ എന്താ പറയുക, ഇപ്പോൾ ട്രിപ്പുകൾക്ക് പോകുമ്പോൾ ഈ വീഡിയോ കാണുന്ന പരിപാടിയില്ലേ, കാരണം നമുക്കൊരു പുതുമ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ വായിച്ചു പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മാത്രം അതൊക്കെ ഇപ്പോൾ പോകാൻ വേണ്ടി നോട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയേ ഉള്ളൂ, ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ സ്നോ ഫോക്സിനെ പറ്റി കേട്ടിട്ടേ ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇതുപോലെ വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒന്നാമത് ഈ കുഞ്ഞൻ കുറുക്കന്മാരതെ, അതുങ്ങളുടെ കളർ തന്നെ ഒരു ചെമ്പൻ കളറാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ സൺസെറ്റിൻ്റെ ഒരു പ്രകാശം അവരുടെ കണ്ണിലും വെച്ച് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോഴേ ഒരു ഭയങ്കര എനിക്കിങ്ങനെ അങ്ങനത്തെ കുറച്ച് ഭാഗ്യങ്ങൾ കിട്ടാറുണ്ട്. ഞാനൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോഴേക്ക് ആദ്യം വരുന്ന, അതായത് ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട അത് കുറേ സ്ഥലങ്ങൾ, അതിലൊന്നായിരിക്കും ജപ്പാനിലെ ചെറി ബ്ലോസം, പിന്നെ ന്യൂയോർക്കിലെ ക്രിസ്മസ്. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ റീൽസിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പം ഇങ്ങനെ ഇപ്പം അത് കണ്ട് ഇപ്പം ഞാനിങ്ങനെ എൻ്റെ റീൽസിൻ്റെ ഫീഡ് എടുത്ത് നോക്കുകയാണ്, ഏറ്റവും കൂടുതൽ കാണുന്നത് ജപ്പാനിലെ ചെറി ബ്ലോസമാണ്. അപ്പം എനിക്ക് ഭയങ്കര അസൂയുണ്ട്. എന്തായാലും ജപ്പാനിൽ പോയ ഒരാളാണല്ലോ, അപ്പം ജപ്പാൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാമോ? എങ്ങനെയാണ് അങ്ങോട്ട് ഉള്ള യാത്രകൾ?
ജപ്പാനെ പറ്റി പറഞ്ഞാൽ ഞാൻ തുടങ്ങിയാലും പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ എപ്പിസോഡ് ഇവിടെ തീർക്കാൻ പറ്റുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇനിയും പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു രാജ്യത്ത് പോയാൽ പിന്നെ രണ്ടാമത് അവിടെ പോകാൻ നോക്കാറില്ല. കാരണം ആ പൈസ കൊണ്ട് നമുക്ക് വേറെ അടുത്ത രാജ്യത്തേക്ക് പ്ലാൻ ചെയ്യാമല്ലോ, അതുകൊണ്ട്. പക്ഷെ ജപ്പാനിൽ കാല് കുത്തിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാണ്ട് ഇത് ഈ യാത്രയിൽ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കാര്യം ജപ്പാനെ പറ്റി നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രത്യേകത ഇപ്പോൾ ആദ്യം ലക്ഷ്മിക്ക് തോന്നിയത് ചെറി ബ്ലോസ് ആണ്, അതല്ലേ. പക്ഷെ ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ വളരെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ജപ്പാനെ പറ്റി പറയണേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ ഉദയസൂര്യന്റെ നാട് എന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ടിപ്പിക്കൽ ആയിട്ടല്ല. ഇപ്പൊ ന്യൂജൻ ആൾക്കാർ പറയണത് നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്, 2050-ലാണ് അവര് ജീവിക്കണമെന്ന് പറയാം. കാരണം അത്ര വളർച്ചയുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻസിന്റെ നമുക്കൊരു സംസ്കാരമല്ലേ, നമ്മള് മുതിർന്നവരെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അങ്ങനെ അതായിട്ട് കുറച്ചുകൂടെ ബന്ധമുള്ളതാണ്. അപ്പോൾ ഇത്ര വികസിത രാജ്യമായിട്ട് അവരത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളത് ഒരു ഭയങ്കര വലിയതാണ്. അപ്പം വികസനത്തിന് വികസനം, സംസ്കാരത്തിന് സംസ്കാരം, പിന്നെ ഫുഡ്, ഇലക്ട്രോണിക്സ്, പിന്നെ സീനറീസ്, അതായത് ഇപ്പൊ പറഞ്ഞ ചെറി ബ്ലോസ് ആണെങ്കിലും മൗണ്ട് ഫ്യൂജി, അതല്ലെങ്കിൽ ഇഷ്ടംപോലെ മൗണ്ടൻസ് ഉണ്ട്. പിന്നെ ജപ്പാന്റെ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ 9 ദിവസമാണ് അതിനു വേണ്ടി പ്ലാൻ ചെയ്തത്. അതൊന്നും ഒന്നല്ല എന്നുള്ളതാണ്. എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും അതിൻ്റെ ഹാഫ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താന്ന് നോക്കി, അതെന്താ വെച്ചാൽ ഇത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഊഹിക്കാൻ പറ്റുമോ, 200 എക്സിറ്റ്. അതിന് പുറത്ത് കിടക്കാൻ 200 വഴികളാണ്. അപ്പൊ തന്നെ ഈ മറ്റേ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം അതല്ല, ഇത് ഒരു സ്റ്റേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഷിബുയ എന്നുള്ള ഒരു സ്റ്റേഷനിൽ 200-ലധികം എക്സിറ്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഈ സ്റ്റേഷൻ വഴി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏതിൽ കൂടെ കയറണം, ഏതിൽ കൂടെ ഇറങ്ങണം, അങ്ങനെ തന്നെ കുറെ സമയം അവിടെ പോകില്ലേ. അതിനെ പക്ഷെ ഗൂഗിൾ മാപ്പ് നല്ല ഹെൽപ്പാട്ടോ, അത് പറയും. അതിനകത്ത് ഗൂഗിൾ മാപ്പ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം ജപ്പാനെ പറ്റി ആൾക്കാർ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഒരു രാജ്യത്തെ ടോയ്ലറ്റിനെ പറ്റി നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു ഇത്രയും ഫേമസ് ആയ ഒരു സാൻഡോസിന്റെ ഒരു യൂട്യൂബ് ചാനൽ. എനിക്ക് ജപ്പാനെ പറ്റി പറയുമ്പോൾ ടോയ്ലറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് അവിടെ തുടങ്ങിയത് 25 വർഷം മുമ്പാന്ന് ഓർക്കണം. ഇപ്പൊ നമ്മളിപ്പം യൂറോപ്പിലുള്ളവർക്കും മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും ഒക്കെ സിങ്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റണതാണ്. ഇപ്പൊ ജൂൺ ജൂലൈയിലാണെങ്കിൽ ഞങ്ങള് UAE-ലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചൂടായിട്ട് ഭയങ്കര ചൂടായിരിക്കും. വെള്ളം തിളച്ച വെള്ളം വരാം, നമുക്കത് കഴുകാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. യൂറോപ്പിലുള്ളവർക്ക് തണുപ്പ് കാലത്തും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് തണുത്ത വെള്ളം വിറച്ചു പോവും. ഇത് നമ്മുടെ ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ, വെള്ളം സെറ്റ് ചെയ്യല്, വാഷ് ചെയ്യാനുള്ള വെള്ളം തന്നെ വരില്ല. ഇനിയിപ്പോ വയറിന് സുഖമില്ലാണ്ടിരിക്കാണ്ട് മ്യൂസിക്കും ഉണ്ടാവും. അപ്പൊ ആ വക പൊട്ടലും ചീറ്റലൊന്നും പുറത്തേക്കില്ല, അകത്ത് സംഗീത സാന്ദ്രമായിട്ടിരിക്കാം. പിന്നെ നമ്മളെ അമ്മമാര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾ ടോയ്ലറ്റില് ചിലപ്പോ അച്ഛൻ്റെ അടുത്ത് പോയില്ലായിരിക്കും, അപ്പൊ അവരിരുത്താനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ 25 വർഷം മുമ്പ് അവിടെ ഉണ്ട്. ഒന്ന് ഓർക്കണേ. ഞങ്ങള് വീട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചപ്പോ ഞാനും ഹസ്ബൻഡ് ഡിസ്കസ് എന്തെങ്കിലും വഴിയുണ്ട് ജപ്പാനീസ് ടോയ്ലറ്റിലൂടെ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഈ പറഞ്ഞെല്ലാം പബ്ലിക് ടോയ്ലറ്റിനെ പറ്റിയാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ്, ജനസാന്ദ്രത കൂടുതലും ഉണ്ട്. ഡൽഹി ഉണ്ട് ഇപ്പോൾ ടോപ്പായി തുടങ്ങിയതാണ്. പക്ഷെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരങ്ങളിൽ ഒന്നാണ് ടോക്കിയോ. അപ്പോൾ എന്നിട്ടും നമുക്കവിടെ വെളിയിലൊരു വേസ്റ്റ് കാണാൻ പറ്റൂല. അതുപോലെ ഈ ടോയ്ലറ്റിന് അവിടെ മുട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് നല്ല രസകരമായ ടോയ്ലറ്റുകളും ഉണ്ട്. അത് ഗ്ലാസ് ഇട്ട ടോയ്ലറ്റൊക്കെ ഉണ്ട് അവിടെ. ഗ്ലാസ് ഇട്ട ടോയ്ലറ്റ് ഉണ്ട്. നമ്മളകത്ത് പുറമേ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതെല്ലാം അകത്ത് കയറിയുമ്പോൾ അതിന് മറയൊക്കെ വന്ന് അതായത് പുറമേ നോക്കുമ്പോ അകത്തുള്ളതെല്ലാം കാണാൻ പറ്റും, ആള് കയറി കഴിഞ്ഞാൽ അകത്തത് കാണാൻ പറ്റില്ല. ബാക്കി മറന്നുപോയാലും അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഇനി പോകുമ്പോ എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോകും, അപ്പൊ ഞാൻ നോക്കാം. അപ്പൊ അതേ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ടോയ്ലറ്റിനെ പറ്റി നമ്മളിപ്പോ എത്ര നേരം അതാണ് ജപ്പാൻ. അപ്പൊ നല്ല രസമാട്ടോ ടോക്കിയോയില് ആൾക്കാർ ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങണ കാണാൻ. കൊട്ട് സൂട്ടിട്ടിട്ടില്ലേ, കുട്ടികളും വലിയ കുട്ടികള് പോണ പോലെ നമുക്ക് തോന്നാം. ഒരേ അച്ചടക്കത്തില് ഇങ്ങനെ ഒരേ ഡ്രസ് കോഡ്. നമുക്കിപ്പോ ഞാൻ വേറെ ലക്ഷ്മി വേറെ ഡ്രസ്സ്, അങ്ങനെയുള്ളതല്ലേ. വർക്ക് ചെയ്യണവരെല്ലാവരും ഒരേ ഡ്രസ് കോഡിൽ സ്കൂള് തുറന്നു വിട്ട് പോകണം. അതായത് ഒന്നുകിൽ ബ്ലൂ ആയിരിക്കും, അല്ലെങ്കിൽ ഉള്ളിലെ ഷർട്ട്, കോട്ടൊക്കെ ബ്ലാക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത് എന്താ സംഭവം. അത് ഒരു അച്ചടക്കാണ്. ഞാൻ യാത്രകളൊക്കെ ചെയ്യുന്നത് JR പാസ് എടുത്തിട്ടാണ്, ഈ ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാൻ പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ഏതാ, ഒന്ന് ചെറി ബ്ലോസം, 2 ബുള്ളറ്റ് ട്രെയിൻ. അതായത് നമ്മള് ട്രാവൽ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും ഏറ്റവും ഫ്രണ്ടിൽ വെച്ച തമ്മനയിലൊക്കെ ആയിട്ട് കാണുന്ന സാധനങ്ങൾ ഇത് രണ്ടും ആയിരിക്കും.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിനിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും പോകാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ ഹീൽസ് യൂസ് ചെയ്യുന്ന ആളാണോ? അല്ല അല്ല അല്ല. ഷൂസ് ഇട്ടിട്ട് പോകണമെന്നാണ് പറയുന്നത് ജപ്പാനിൽ. മിനിമം നമ്മൾ 20,000 സ്റ്റെപ്പെങ്കിലും നമ്മൾ നടക്കും. അപ്പൊ ഈ നടക്കാത്ത ആൾക്കാരെ കൊണ്ട് പോരുത്. അവർക്ക് ഭയങ്കര പാടായിരിക്കും, കാരണം വയ്യാതെ ആയിരിക്കും. ഇപ്പം ഞാൻ അല്ലാതെ തന്നെ നോർമൽ ഒരു രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് അതിലേക്ക് നടക്കും. എന്നിട്ട് 8 മണിക്കാവും ചിലപ്പോൾ നമുക്ക് വണ്ടി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ബസ് 8 മണിക്കാവും. പക്ഷെ അതിന് മുമ്പ് അവിടേക്ക് നടന്ന് രാത്രി 10 മണിക്ക് കൂട്ടി കയറുന്ന ഒരാൾ അത്രയും ആക്രാന്താണ് കാഴ്ചകളോട്. അപ്പൊ എത്രയൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുന്നത്. അപ്പം പറഞ്ഞു വന്നത് ചെറി ബ്ലോസം. ചെറി ബ്ലോസം ഇപ്പൊ എനിക്ക് 2 സംശയമാണ്. ഞാനൊരു വെറും യാത്രികയല്ല, ഞാനൊരു ഹൈക്കറും കൂടെ ഇല്ല, ട്രെക്കിങ്ങും കൂടെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ട്രെക്കിംഗ് ചെയ്യുകയാണെങ്കിൽ മൗണ്ട് ഫിജി കയറണം എന്നുള്ളതൊരു ആഗ്രഹം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈയിൽ പോകണം. ചെറി ബ്ലോസം ആണെങ്കിലോ ഈ ഒരു സമയത്ത് ഏപ്രിൽ മെയ് സമയത്താണ്. അപ്പൊ അവര് ഈ ചെറി ബ്ലോസം ഒരു 15 ദിവസമാണ് ഈ പൂക്കള് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് മുമ്പ് അവരൊരു കലണ്ടറൊക്കെ, ഈ ചൂടിനനുസരിച്ചിട്ടാണ് അത് പൂക്കുക. അപ്പൊ അതിനനുസരിച്ച് ഒരു ഫോർകാസ്റ്റ് കലണ്ടർ ഉണ്ടാവും അതിന്. പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ആഴ്ച നിൽക്കും. അപ്പൊ നമ്മള് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇത് പൂക്കും എന്നുള്ളൊരു കലണ്ടർ ഉണ്ട്. നോക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. സപ്പോസ് നമ്മൾ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതില് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബുള്ളറ്റ് ട്രെയിൻ ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ എത്താൻ പറ്റും. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തത് ജപ്പാനില് ഏറ്റവും അധികം തിരക്കുള്ള സീസൺ ചെറി ബ്ലോസം സീസണാണ്. അതുകൊണ്ട് തന്നെ റൂം റെന്റ് കൂടുതലായിരിക്കും, ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടുതലായിരിക്കും, മൊത്തത്തിലെല്ലാം അറപ്പായിരിക്കും നമുക്ക്. പിന്നെ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയും പറയാൻ പറ്റും, ഡോൾഫിന്റെ ഒക്കെ ഒരു ചുണ്ടിന്റെ ഒരു എല്ലാ സ്റ്റോപ്പിലും നിർത്താത്തുണ്ട്. ചില സ്റ്റോപ്പിൽ നിർത്താത്ത നമ്മളിങ്ങനെ നിൽക്കണ ഒരു കാറ്റ് പോയ പോലെ തോന്നുന്നത്, അങ്ങനെ ഒരു ദിവസം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഇനി ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഗൈഡ് ഇല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ, ചില നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഇത് എന്തായിരിക്കും ഈ ബിൽഡിംഗ് നമുക്ക് പറഞ്ഞുതരാൻ ആരുമില്ല. ഞാൻ എപ്പോഴും ഗൂഗിൾ ഓൺ ചെയ്ത് വെക്കും, ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് വെക്കുമ്പോൾ അപ്പൊ നോക്കാമല്ലോ നമുക്ക് ഈ ബിൽഡിംഗിനുള്ള ഐഡിയ കിട്ടുമല്ലോ. അതുപോലെ ഇതില് ഗൂഗിൾ മാപ്പ് തുറന്നു വെച്ചപ്പോഴേ ഇതൊരു ഡോട്ടല്ലേ, നമ്മളിങ്ങനെ നീല ഡോട്ട് ഇങ്ങനെ അത് ഒരു രസമായിരുന്നു, അതിങ്ങനെ നോക്കിയിരിക്കാണ് നമുക്ക്. അപ്പം എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്തിട്ടുണ്ടോ? നോർത്ത് വരെ. ഈ ജപ്പാനിൽ ഈ പറഞ്ഞ പോലെ വെറൈറ്റി കാഴ്ചകളാണല്ലോ. അവർക്ക് ഒരു സ്നോ കോറിഡോർ ഉണ്ട് നോർത്തിലെ, ഏറ്റവും നോർത്തില്. പിന്നെ സൗത്തിലെ ഒരു മൗണ്ടൻസ് പിന്നെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഞാനെടുത്തത് ഗോൾഡൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടാണ്, ടിപ്പിക്കൽ ഒരു റൂട്ടാണ് അത്. മിനിമം ആൾക്കാർ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ, പിന്നെ അവരുടെ ഒരു ട്രഡീഷനും കൂടെയാണ് അത് ഗോൾഡൻ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ടോക്കിയോ, ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഹിരോഷിമ, അത് ഒസാക്ക, ക്യോട്ടോ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട്, അതൊക്കെ അവരുടെ മുമ്പത്തെ ക്യാപിറ്റൽസും കൂടിയായിരുന്നു. അപ്പം അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടിപ്പിക്കൽ. ഇപ്പോഴും എനിക്ക് മതിയായിട്ടില്ല കേട്ടോ, വേറൊരു കൺട്രിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ജപ്പാന്റെ പേരെ പറയുള്ളൂ. അപ്പൊ അതെങ്ങനെ ആ ടൈം മാനേജ് ചെയ്തു? ഫിജി അതാണ് ഞാൻ കയറിയില്ല. ഞാൻ എടുത്തത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്, ഒരു 5 വർഷത്തേക്കുള്ള വിസയാണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഫിജി കയറാൻ വേണ്ടിയിട്ട്. ഈ ഫുജിയുടെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ആ ടോപ്പിംഗ് ഉണ്ടല്ലോ, ഐസ് സ്നോ, അതില്ലാത്ത വർഷം ഉണ്ടായിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഈ ക്ലൈമറ്റ് ഒരുപാട് ഇതാവുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ചകളെ. ഇപ്പോൾ ഫിജി കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൺ ജൂലൈ ആ സമയത്തേ പറ്റുള്ളൂ. ചെറിയ ബ്ലോസം വരുന്നത്. പിന്നെ എനിക്കൊരു വണ്ണത്തരവും പറ്റി, എനിക്ക് വേണമെന്ന് എനിക്ക് സൗത്ത് കൊറിയയിലെ ചെറിയ ബ്ലോസം കാണായിരുന്നു. എന്നിട്ട് ഫിജി ജൂണിൽ പോയി അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ മാറ്റിയൊക്കെ പ്ലാൻ ചെയ്യണമായിരുന്നു. അതെ, ഈ ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ്. ട്രക്കിംഗ് ചെയ്യാനുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലോസം കാണണമെങ്കിൽ കൊറിയയിലും ഉണ്ടല്ലോ ഇത് തന്നെ. അപ്പോൾ പക്ഷെ ഇത് എന്നാലും നമ്മുടെ മനസ്സിൽ കൂടുതൽ പറഞ്ഞാൽ ജപ്പാനിലെ ചെറിയ ബ്ലോസം ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നോക്കി പ്ലാൻ ചെയ്തത്. പിന്നെ എക്സ്പെൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ജപ്പാനിലെ എക്സ്പെൻസ് എങ്ങനെയാണെന്നുള്ളത്. ജപ്പാനിലെ എക്സ്പെൻസ് വെച്ച് ഫ്ലൈറ്റ് എനിക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ തോന്നി. അപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്ത് ഡയറക്റ്റ് എടുക്കാതെ. ഡൽഹിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പോയത് അബുദാബിയിൽ നിന്നാണ്. പിന്നെ ഹോട്ടൽ റൂമുകൾ നല്ല നീറ്റായിരിക്കും, പക്ഷെ ഭയങ്കര സ്പേസ് കുറവാണ്. ഒരു ചെയറും ടേബിളൊക്കെ ഉണ്ടാവും, സാധനങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ നമുക്കൊന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ടോക്കിയോ പോലെ ഒരു നഗരം ആയതുകൊണ്ട് ആണ്. കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ ഹോട്ടൽസിൻ്റെ സൈസിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. അന്ന് ഞാനെടുത്ത ഹോട്ടലിലൊക്കെ ഒരു 3000-5000 ആ റേഞ്ചിൽ ഡെയിലി എക്സ്പെൻസ് വരുന്നതാണ്. ഫുഡ് എങ്ങനെയാ?
ആ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിൻ്റെ ഫുഡ് വെറൈറ്റീനെ പറ്റിയൊക്കെ നമുക്കറിയാം. പക്ഷെ അതിലും ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. അത് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മളെ മക്കളെ മിസ് ചെയ്തത് ഒരു കാര്യം ഓർത്തത്. അവിടെ ഒസാക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ടോക്കിയോ അല്ല. ഇപ്പോൾ ഇവർ ഞാൻ കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ വിനയം, അതായത് നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിർത്തി തരുമ്പോൾ, നമ്മൾ ക്രോസ് ചെയ്യാൻ നിർത്തി തരുമ്പോൾ ഈ ആൾക്കാരുണ്ടല്ലോ, ആ വണ്ടിയിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടണില്ല നമ്മുടെ നാട്ടിലൊന്നും. കാരണം അവര് നിർത്തി വേഗം നടന്നു പോടാ പറ്റുന്ന സാധനല്ലേ. അത് നിർത്തിയ കിട്ടിയാ ഭാഗ്യം പെഡസ്ട്രിയനിൽ. ചിലർക്ക് പെഡസ്ട്രിയൻ അറിയില്ല, നമ്മുടെ ട്രാഫിക് റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവിടെ. അല്ല, ഞാൻ അവരുടെ ആ ഒരു മര്യാദ പറയണം. അപ്പൊ അവരുടെ കടമയാണ്, വണ്ടിക്കാരുടെ കടമയാണ് പെഡസ്ട്രിയൻ ക്രോസിങ് കാണുമ്പോൾ നിർത്തണം എന്നുള്ളത്. അപ്പൊ അവരവരെ കടമ ചെയ്യണം. ഇവർ അവരടുത്ത് താങ്ക്സ് പറയേണ്ട ഓരോ ആവശ്യമില്ല. പക്ഷെ അവരിങ്ങനെ കുനിഞ്ഞ് താങ്ക് യു പറഞ്ഞിട്ടാണ് അവർ ക്രോസ് ചെയ്യുക. അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞൊന്ന് താങ്ക് യു പറയും. വേറൊരു പെഡസ്ട്രിയൻ കാര്യം പറഞ്ഞപ്പോഴാട്ടോ വേറൊരു കാര്യം ഓർത്തത്. മ്യൂസിക് ഉണ്ടാവും സിഗ്നൽസിൽ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന്റെ അവിടെ. ഞാൻ കിളികളുടെ സൗണ്ട് അങ്ങനെ കുറെ അപ്പൊ ഞാൻ വെച്ചത് എന്താ ഇത് സംഭവം, കൊള്ളാലോ എന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ്. പക്ഷെ അങ്ങനെയല്ല, അന്തന്മാര് പോവില്ല, അവർക്ക് അറിയില്ലല്ലോ സിഗ്നൽ ആയോ ഇല്ല. എന്തൊക്കെയല്ലേ ടോയ്ലറ്റിൽ മ്യൂസിക്, സംഗീതമായ ടോയ്ലറ്റ് സംഗീതമായ ക്രോസിംഗ് അല്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. ഇഷ്ടപ്പെട്ടു. ഫുഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫുഡിന്റെ കാര്യം ഞാൻ കുറെ പരീക്ഷണങ്ങളും ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ വർക്ക് കൾച്ചർ അവർ 9 മണി വരെ ഇരുന്ന് ജോലി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. എന്നിട്ട് ഇവർ ഈ കൂട്ട് സൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവര് തൊട്ടപ്പുറത്തുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ബാർ അവിടെ വെച്ചിട്ടാണ് ഈ കൊളീഗ്സ് എല്ലാവരും കൂടെ രണ്ടെണ്ണമൊക്കെ വിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ അത് കാണാൻ പോയത് ഒസാക്കയിലെ ഒരു സ്ഥലത്താണ്. ഇങ്ങനെ തന്നെയാണോ, നമ്മളിങ്ങനെയൊക്കെ കേൾക്കണ്ടല്ലോ, ഇത് കൊള്ളതാണോ നമുക്ക് അറിയണമല്ലോ. അല്ലാതെ നമ്മൾ കള്ളുപിടിക്കാൻ പോയതല്ല. കള്ളുപിടിക്കാൻ പോയതല്ല. അല്ല, എന്റെ ഹസ്ബൻഡ് കഴിക്കുന്ന ആളാ. അപ്പം അങ്ങനെ നോക്കി സത്യമാണ് അതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എല്ലാം ഇങ്ങനെ കേട്ടതൊക്കെ ശരിയാണെന്നൊക്കെ നോക്കി നടന്നായിരുന്നു. പിന്നെ ഈ ഒസാക്ക എന്നുള്ള സ്ഥലമാണ് ഫുഡിന് ഭയങ്കര ഫേമസ്. ജപ്പാന്റെ കിച്ചൺ എന്നാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പം ഈ നമ്മൾ ഈ പറഞ്ഞ വിനയമൊക്കെ മാറിയിട്ട് ആൾക്കാർ കുറച്ചൊരു വിനയമൊക്കെ അപ്പോഴും ഉണ്ട്, എന്നാലും ഒരു അവിടെ പോവാന്നുള്ളൊരു സ്റ്റൈലില് ഈസി മട്ട് കണ്ട ആൾക്കാര് ഒസാക്കക്കാരാണ്. കുറച്ച് തണ്ടുള്ള ടീംസ് എന്ന് ജപ്പാൻകാർ തന്നെ പറയണതാണ് അവരെ. അപ്പോൾ ഒരു വിനയമൊക്കെ കാണിക്കും, എന്നാലും നമ്മുടെ അടുത്ത് കുറച്ച് ഇത്തിരി സംസ്കാരത്തിൽ കുറച്ച് വ്യത്യാസം വരുന്ന അവിടെയാണ്. ഒരു കനാല് പോലത്തെ ഒരു സ്ഥലം. കനാൽ നമ്മുടെ പോലെ പായലും പുല്ലും എടുക്കുന്നല്ല, നല്ല ഇത്തിരി വീതിയുള്ള നല്ല രസം. രണ്ട് സൈഡിലും ബിൽഡിങ്ങും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പാലങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്. ഡോണ്ടോംപുരി എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലാന്ന് നമ്മുടെ ഇവിടെ ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ടാവില്ലേ നമ്മളെ, ഹോട്ടൽ അതല്ലേ, ഉച്ചക്ക് ചോറ് എങ്ങനെയാന്ന് നമുക്ക് ആരും പറഞ്ഞിട്ടുണ്ടാവും ഹോട്ടലാന്ന്. വലിയ ഞണ്ടിന്റെ പടമൊക്കെ, അതിന് വലിയ പ്രതിമ പോലെ, അത് ഞണ്ടിങ്ങനെ ആടും ഇങ്ങനെ, അതിന്റെ ക്ലോസ് ഇങ്ങനെയൊക്കെയല്ലേ, അടക്കേന്ന് ഉറക്കുമായ അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഇതില് ഹോട്ടലാണ്. ഇപ്പൊ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഇവിടേക്ക് അതിന് വേണ്ടിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട നമ്മള് തന്നെ ഇത് എന്താണെങ്കിലും കുറച്ചേരം അതിന് മുമ്പിൽ വായ നോക്കി നിൽക്കും. അങ്ങനെ സംഗീതം ഒരു സൈഡിൽ കൊണ്ട് ഭയങ്കര ബഹളം ഒക്കെയുള്ള ഒരു സിറ്റിയാണ്. ഈ ടോക്കിയോന്റെ ഒരു ക്ലാസ് നമുക്ക് ഒസാക്കയിൽ കാണാൻ പറ്റില്ല. അങ്ങനെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് അവിടെ ചെന്നിട്ട് കഴിച്ചിട്ട് ട്രൈ ചെയ്തിട്ട്? എല്ലാം ഇഷ്ടമായി. പക്ഷെ ഈ ഓരോ സ്ഥലത്തും അവരോരോ സിഗ്നേച്ചർ ഡിഷ് ഉണ്ട് ഇത്ര ജപ്പാൻകാർക്ക്. ഈ ഒസാക്കയിൽ ഉള്ളത് നമ്മുടെ നീരാളിയില്ലേ, നീരാളിയുടെ ഒരു ഫ്രൈ ഐറ്റംസ് ഉണ്ട്, അതാണ് അവിടെ കുറച്ച് ഫേമസ്. അത് കഴിച്ചു നോക്കി, നല്ല ട്രൈ ചെയ്ത് നോക്കിയാ മതി. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഏതാ ലക്ഷ്മി കഴിച്ചാല്? എനിക്ക് എവിടെയെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പോഴും? എനിക്ക് ഹിമാചലിൽ നിന്ന് സിദ്ധു കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ടിപ്പിക്കലായിട്ട് മൊമോസ് പറയാ ഡിഷുണ്ട് ഹിമാചലില്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് ഹിമാചലിന്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ് അത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ടോക്കിയോ ഒക്കെ നഗരപ്രദേശങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഇനി ജപ്പാന്റെ വില്ലേജസ് പോയിട്ടുണ്ടോ? നമ്മളെല്ലാ രാജ്യത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും വില്ലേജും കൂടെ കണ്ടാലാണ് നമുക്ക് യഥാർത്ഥ ഒരു ചിത്രം കിട്ടുള്ളൂല്ലോ. ജപ്പാനിലെ വില്ലേജുകൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയത് ലോക്കൽ ബസ്സിൽ കയറി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്രെയിനിൽ ലോക്കൽ ട്രെയിനിലും കയറി പോയിട്ടുണ്ട്. ട്രെയിനിൽ കയറുമ്പോഴും നമ്മൾ നേരത്തെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രെയിനിലിരുന്ന് ഒച്ചത്തിൽ ആൾക്കാർ സംസാരിക്കില്ല. ഇപ്പം നമ്മുടെ ബസ്സിലോ ട്രെയിനിലോ കാണുന്ന പോലെ ഹെഡ്ഫോൺസ് ഇല്ലാണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇട്ടിട്ട്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ പോയപ്പോൾ ഇതുപോലെ ആയിരുന്നു. ഞങ്ങള് ബാക്കിൽ ഇരുന്നിട്ട് ഫുള്ള്
ഫുൾ വോളിയത്തിൽ പാട്ട് കേൾക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് 2-3 വട്ടം പോയിട്ട് പറയണോ, പിന്നെ പറഞ്ഞ അയാള് ചീത്ത പറയോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇത് അയാളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ചിലപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് പോയിട്ട് അയാൾ വേറെ ടെൻഷനിലൊക്കെ അതെ. പലതരത്തിലുള്ള ആൾക്കാർ ആയിരിക്കുമല്ലോ ഒരു ഇങ്ങനത്തെ കോമൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ പോകുന്നവർ പലരും. പിന്നെ ജപ്പാനിലെ വർക്ക് കൾച്ചർ നമ്മൾ പറഞ്ഞു, ആൾക്കാർ ടയേർഡായിട്ട് പോകുന്നവരുണ്ടാവും, ചിലർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ അപ്പോൾ അവർ ഉച്ചത്തിൽ സംസാരിക്കില്ല, അതുപോലെ തന്നെ ഹെഡ്ഫോൺസ് ഇല്ലാണ്ട് ഫോൺ ഇതാക്കില്ല. അപ്പം ലോക്കൽ ട്രെയിൻസിലും ആൾക്കാർ നല്ല അവർക്ക് ഭാഷയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് അങ്ങനെ അധികം ഉള്ളിലേക്ക് അങ്ങനെ മനസ്സിലാവില്ല നമുക്ക്. നമ്മളെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടിട്ടാണ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ക്ലീൻ തന്നെയായിരുന്നു എല്ലാം. പിന്നെ കൃഷിയിടങ്ങളൊക്കെ കുറേ കാണാൻ പറ്റിയിരുന്നു. ഞാൻ പോയ ഗ്രാമപ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാൻ മൗണ്ട് ഫ്യൂജി ഏരിയ ആ ഭാഗത്തേക്കാണ് ലോക്കൽ ട്രെയിനൊക്കെ പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു. കുറേ വീടുകൾ അടുത്തടുത്തുള്ള പട്ടണം വരെ എത്തുമ്പോൾ അടുത്തടുത്തും അല്ലാണ്ട് ദൂരേക്കായിട്ടും കാണും. പിന്നെ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഫ്യൂജി ആപ്പിൾസ് ഭയങ്കര ഫേമസ് ആണ്. ഒരു കൈയുടെ ഇത്ര വലിപ്പമുണ്ട്, ഇത് തള്ളണതല്ല, കറക്റ്റ് ഞാൻ കയ്യിൽ വെച്ച് നോക്കി തന്നെ അതിൻ്റെ ഫോട്ടോ ഉണ്ടിട്ടാ. അപ്പോൾ അത്ര വലിപ്പത്തിലുള്ള ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല, പക്ഷെ വെള്ളത്തിൻ്റെ ഒരു ഇതല്ല, അത്ര വലിപ്പമുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഫുഡ് കൾച്ചർ എങ്ങനെയാ, വ്യത്യാസമുണ്ടോ? കൂടുതലും മറ്റേ റാമി എന്നുള്ള സാധനമല്ലേ, മറ്റേ നൂഡിൽസിൻ്റെ അതൊക്കെയാണ് കൂടുതലും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാവരും കഴിക്കുന്നത്. യൂസ് ചെയ്യുന്നത്. അതെ. പിന്നെ ഇവിടെ 24/7 ഉണ്ടല്ലോ, അതിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാർ അപ്പം തന്നെ റെഡിമെയ്ഡ് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസ് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണില്ലേ, സുഷി അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ. അപ്പം തന്നെ ചൂടാക്കി എടുക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ജപ്പാനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും അത് തീരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരില്ലാത്ത സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതുപോലെ ഉണ്ടാവില്ല, നമ്മളെടുക്കുന്നു, നമ്മൾ കൊടുക്കുന്നു, പോകുന്നു. അപ്പോൾ ക്യാമറാസ് അതുപോലെ തന്നെ വേറൊരു കാര്യം അവരെ പറ്റി പറയാനുള്ളത്, നമ്മുടെ പേഴ്സൊക്കെ താഴെ വേണമെന്ന് നോക്കുക, അവരാരും എടുത്തോണ്ട് പോയില്ലത്. മേടിച്ചു ഭയങ്കര മാന്യന്മാരാണ്. നമ്മുടെ ദുബായിലൊക്കെ എക്സ്പോ നടക്കുമ്പോൾ നമുക്ക് ഓരോ പല രാജ്യങ്ങളുടെ പവലിയനിലും പോകുമ്പോൾ നമുക്ക് ഒരു സ്റ്റാമ്പ് കിട്ടും. നമ്മളിവിടെ പോയി പവലിയനിൽ നമ്മൾ വിസിറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ദുബായിൽ എക്സ്പോ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ ശതമാനം കുട്ടികളും വലിയവരൊക്കെ ഒരു ഈ പാസ്പോർട്ട് എന്നാണ് പറയുക, എക്സ്പോ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാമ്പ് അടിച്ചു പോകും. ജപ്പാനിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓരോ ട്രെയിൻ, ഇപ്പം നമ്മൾ മൗണ്ട് ഫ്യൂജി കാണാൻ പോയി ആ ട്രെയിൻ സ്റ്റേഷനിൽ മൗണ്ട് ഫ്യൂജിയുടെ സ്റ്റാമ്പ് അവർ നമുക്ക് വേണമെങ്കിൽ അടിക്കാം, പുറത്തോടെ വിസിറ്റ് ചെയ്തില്ലെങ്കിലും അടിച്ചു തരുമോ? അതില്ല, നമ്മൾ ആ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴാണല്ലോ ആ സ്റ്റാമ്പ് ഫ്യൂജി. ഇപ്പൊ കാണാൻ പോണ സ്റ്റേഷനിലാണ് ഫ്യൂജിയുടെ. അതുപോലെ തന്നെ ഹിരോഷിമ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അതിന്റെ പുറത്ത് സ്റ്റാമ്പ് അവിടുത്തെ സ്റ്റാമ്പ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്തു എന്നുള്ള ഒരു അത് എനിക്ക് തോന്നുന്നു ആരും ചാനലൊന്നും ഏതെങ്കിലും യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു അത് നമ്മള് കുഞ്ഞാവാണ് ചെയ്തപ്പോ കൊച്ചുകുട്ടിയുടെ മനസ്സോടെയാണ്. പക്ഷെ ഞാൻ പിശിക്ക് ചെറിയ നോട്ട് ബുക്കൊക്കെ മേടിച്ചു പോയി, അവിടെ നിന്ന് മേടിച്ചത് ചെറിയ ഇത്ര കൈയുടെ ഇത്ര, പക്ഷെ അവിടെ സ്റ്റാമ്പ് പകുതി സ്റ്റാമ്പ് അടിച്ചതൊക്കെ പുറത്ത്. അപ്പൊ ഇച്ചിരി വലുപ്പത്തിലുള്ള ഒരു ബുക്കൊക്കെ ആയിട്ട് പോവാണെങ്കിൽ അത് നമുക്ക് സോവനീർ പോലെയാണ് ഈ സ്റ്റാമ്പ്. പൊതുവെ അവർക്ക് ഇന്ത്യൻസിന് ഇഷ്ടമാണ്, കാരണം ബുദ്ധൻ ബോധം കിട്ടിയത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണല്ലോ ശരിക്കും പറഞ്ഞാൽ ബുദ്ധമതം പ്രചാരത്തിൽ എവിടെയൊക്കെ വന്നത്. അപ്പോൾ അവർ നല്ലൊരു ശതമാനം ഏറ്റവും അധികം ആൾക്കാരും ബുദ്ധമത വിശ്വാസികളാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് നമ്മുടെ അടുത്ത് അവർ കാണിക്കുന്നത്, അത് നമ്മൾ യൂറോപ്പിലൊന്നും പോയാൽ കിട്ടാത്തൊരു ഇതാണ്. അപ്പോൾ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായ ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരുന്നു എന്ന് കാണുമ്പോൾ റെസ്പെക്റ്റ് ഇല്ലേ. അപ്പം ഞങ്ങൾ ഈ അർഷിയാമ ഫോറസ്റ്റ് എന്നാണ് ആ ബാംബു ഫോറസ്റ്റ്, ക്യോട്ടോയിലാണ് ആ സ്ഥലം. അപ്പോൾ ഈ ട്രഡീഷണൽ ട്രെയിൻ എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 20,000 സ്റ്റെപ്പ് ഡെയിലി നടക്കണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ തന്നെ കഷ്ടപ്പാടാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ, നമ്മുടെ ഇറ്റിനറിൽ പ്ലാൻ ചെയ്തതിൻ്റെ പകുതി നടക്കുന്നുള്ളൂ, അത് വേറെ. ഇപ്പോൾ സൈക്കിൾ എടുത്തു ഞങ്ങൾ രണ്ടുപേരും. സൈക്കിൾ ചവിട്ടുന്ന ആളായതുകൊണ്ട് സൈക്കിൾ എടുത്തിട്ടാണ് ഇവിടെ മൊത്തം കറങ്ങിയത്. എന്നിട്ട് ഒരു ചെറി ബ്ലോസം ട്രീയുടെ അടിയിൽ അതിൻ്റെ സൈഡിൽ കൂടെ അവരുടെ കസ്തൂരാന്നൊന്നുണ്ട് റിവറിൻ്റെ പേര്, ഈ പ്രൊനൗൺസിയേഷനൊക്കെ ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ റിവറിൻ്റെ ഒരു വലിയൊരു പാർക്ക് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ചെറിയ ചെറിയ ബോട്ടുകൾ ആ നദിയിൽ കൂടെ പോകുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിയെടുക്കും. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ഹസ്ബൻഡ് സലീഷ് എടുത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വഴി കൂടെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്. അവിടെ നിന്നിട്ട് നിൽക്ക് നിങ്ങൾ രണ്ടുപേരും നിൽക്ക്, ഞാൻ എടുത്തുതരാൻ പോകും. നമ്മൾ സാധാരണ ആവശ്യപ്പെട്ട് അങ്ങോട്ട് ആവശ്യമില്ല, നമ്മൾ ചോദിക്കണില്ലേ, ഇവർ പറയും നീ ഇന്ത്യൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷം അവർ ചിരിയിലും അതിലൊക്കെ പ്രകടിപ്പിച്ചിട്ടേ അവർക്ക് വല്ല ആവശ്യമുണ്ടോ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് അവരെന്ത് കിട്ടാൻ. പക്ഷെ അവർ ആ ഇന്ത്യൻസ് എന്നുള്ളൊരു സന്തോഷം നമ്മുടെ അടുത്ത് ഇങ്ങനെ ശരിക്കും കാണിച്ചും കൂടെ തന്നതാണ്. ഇപ്പോൾ ഗ്രാമപ്രദേശത്തിലുള്ളവരുടെ കാര്യം പറയണ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ അവരൊരു പുഞ്ചിരി ഒക്കെ ഉണ്ടാവും. അതുപോലെ ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ അടുത്ത് അല്ലെങ്കിൽ എക്സിറ്റ് അതല്ലെങ്കിൽ അടുത്ത ട്രെയിനിൻ്റെ കാര്യം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരു അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ നടന്നതെന്നുണ്ടെങ്കിൽ
ഞാൻ ഇതുപോലെ വന്ന് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രെയിനെല്ലാം അത് കൃത്യസമയത്താണ്. ഞാൻ കേട്ടുള്ള സംഭവമാണ്, ഇവര് ഭയങ്കര പങ്ക്ച്വൽ ആണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. അപ്പൊ ഈ ട്രെയിനും അങ്ങനെ ഒരു മാത്രമല്ല അവരുടെ ട്രെയിനും മനസ്സിലാണ്. രസകരമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിൻ നമ്മളൊരു ദിവസം ഒരു സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 1 മിനിറ്റ് താമസിച്ചു. അതേതോ വേറൊരു ട്രെയിനിൻ്റെ മിസ്റ്റേക്ക് കാരണം ഈ ട്രെയിൻ താമസിച്ചതാണ്. അവരെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. എന്നിട്ട് പോലും അവർ യാത്രക്കാരുടെ അടുത്ത് സോറി പറയായിരുന്നു. 1 മിനിറ്റിന് സോറി പറയായിരുന്നു. അതുപോലെ തന്നെ ഇത് ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ ഒരു എക്സിറ്റ് എന്തോ സംശയം വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇയാൾ കൂടെ വരാണ്. ഈ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് ആൾ ഇറങ്ങിയിട്ട് നമ്മുടെ കൂടെ നടന്നു വന്ന് കാണിക്കുക. അതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അവർ വന്ന് കൂടെ വന്ന് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ ഒരു ലേഡി ഒരു വലിയ ക്യൂവിൻ്റെ ഏറ്റവും ആദ്യം നിൽക്കുമായിരുന്നു. ഞാനിത് സംശയം ചോദിച്ചു എന്നുള്ള ഇതുകൊണ്ട് അവർ എന്നെ ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞു. ആ ക്യൂ എന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു അത്. അയ്യോ ഞാനിത് ചോദിച്ചോണ്ടാണല്ലോ ഇവരാ ക്യൂ ഇട്ട് വരുന്നത് എന്നൊക്കെ. അങ്ങനെയാണ്. പിന്നെ ഞാൻ ജപ്പാനിൽ കേട്ടിട്ടുള്ള ഇപ്പൊ കുറെ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ ഒരു പാലക്കാട് സ്റ്റൈലിലുള്ള വീടുള്ള ഒരു സ്ഥലമുണ്ട് ജപ്പാനിലെന്ന്. വിസിറ്റ് ചെയ്തിരുന്നു? അത് വിസിറ്റ് ചെയ്യുന്നു. അതിപ്പം സാധാരണ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അതിൻ്റെ ഐറ്റിനറി ഒക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ഇലക്ട്രോണിക്സ് ഹബ്ബും കൂടിയാണല്ലോ. നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് റിലയബിൾ ആയിട്ട് ചൈനയുടെ കുറേ സാധനങ്ങളുണ്ട്. അല്ലാണ്ട് ജപ്പാൻ ഓത്തൻറ്റിക് ഐറ്റംസ് ശരിക്കുള്ള നല്ല വിശ്വസിക്കാവുന്ന ഒരു ഗ്യാരണ്ടി ജാപ്പനീസ് പ്രോഡക്ട്സിനുണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോണിക്സിന് ക്രേസ് ഉള്ള ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഐറ്റിനറി ഇതിൽ പെടുത്തണോ, ഞാൻ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു സജഷനാണ് ഈ ഒരു വീട് കാണാൻ പോകണമെന്നുള്ളത്. അത് ലിറ്റിൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു ജനറലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഐറ്റിനറിയുടെ പകുതിയെ നമുക്ക് നിറയെ കാഴ്ചകളുള്ള സ്ഥലമാണ്. എൻ്റർടൈൻമെൻറ്റുകൾ, ഫുഡ്, അല്ലെങ്കിൽ കൾച്ചർ, മൗണ്ടൻസ്, ട്രക്കിങ്, ഇതിങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മളിതെല്ലാം കൂടെ എങ്ങനെ ടവറുകൾ, എത്ര തരം ടവറുകളുണ്ട്. ടോക്കിയോ ടവർ ഇല്ലേ, മറ്റേ ഈഫൽ ടവറിൻ്റെ പോലെ, അങ്ങനെ ഇത്രയും ടവറുകളൊക്കെ കണ്ടു തീർന്നാൽ നമ്മൾ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിൻ പിടിച്ച് പോകണം, ബസ് പിടിച്ച് പോകണം. എന്നിട്ട് ലിറ്റിൽ വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ നമ്മുടെ പാലക്കാടുള്ള ട്രഡീഷണൽ ഒരു വീട് അങ്ങനെ തന്നെ അവിടെ കൊണ്ടുവച്ചു. വെറുതെ വീട് കൊണ്ടുവയ്ക്കില്ല, അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളും അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ അവിടെ കുളിക്കുന്ന കുളം അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങാനും FBയിലോ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ നാട്ടിലേതോ തുളസിത്തറയുടെ അടുത്ത് നിൽക്കുന്ന പിക്ചറാന്ന് പറയുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ ഇന്ത്യൻ്റെ മാത്രമല്ല കേട്ടോ, മിക്ക രാജ്യങ്ങളുടെ അങ്ങനെ മോഡൽ അവിടെ നെതർലാൻഡ്സിൻ്റെ ഒക്കെ വീട്. അപ്പൊ ആ സ്ഥലത്ത് മുഴുവൻ ഇതുപോലെ ഓരോ രാജ്യത്തിന്റെ പറയുന്നത് അവര് ഇങ്ങനെ. അപ്പം നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് പാലക്കാടാണല്ലേ. ഒരു വലിയ അഭിമാനമാണല്ലോ. പക്ഷെ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. അത് ഒരുപാട് ദിവസങ്ങൾ അവിടെ ജപ്പാനിൽ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോണോണ്ട് തെറ്റില്ല. അപ്പൊ എന്താ കുറെ സമയം എടുക്കും പോയി വരാൻ? ഒരു ദിവസം പോകും. അപ്പോൾ നമുക്ക് അതിൽ പ്രയോറിറ്റി ഇല്ല. ഇപ്പം നമ്മൾ ഞാൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഇല്ലേ, നമ്മുടെ ഹോളിവുഡ് സിനിമകൾ എടുക്കണ അവരുടെ ഇതുണ്ട്. അതുപോലെ ഡിസ്നി, അവിടെയുണ്ട് ഡിസ്നി വേൾഡ് ഉണ്ട് ടോക്കിയോയിൽ. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് നമ്മുടെ ഒസാക്കയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഏതെങ്കിലും ഒരെണ്ണം കാണണമെന്നുണ്ട്, രണ്ടും കണ്ടാൽ കൊള്ളാം. അപ്പോഴാണ് കുട്ടികളെ മിസ് ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് പോകാമെന്ന് വെച്ചു. കാരണം ഡിസ്നി കുറച്ചുകൂടെ കാർട്ടൂണിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ട്. ഇഷ്ടമാണ് ഹാരി പോട്ടർ. അതിൽ അവരുടെ മൂവീസിൻ്റെയും ഫാനാണ്. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോയപ്പോൾ അത് ശരിക്കും ഒരു മാജിക് വേൾഡിൽ നമ്മൾ എത്തിയ പോലെയാണ്. നമ്മൾ ആ സിനിമയിൽ കാണുമ്പോൾ ആ വാൻഡ് എടുത്തിട്ട് നമുക്ക് തോന്നില്ലേ, ഇപ്പൊ ഹാരി പോട്ടർ ഒരു വാൻഡ് എടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ അത് ആഗ്രഹം തോന്നിയിരിക്കുന്നത് ആ ട്രെയിൻ യാത്ര ചെയ്യണമെന്നാണ് തോന്നിയിരിക്കുന്നത്. ആ ട്രെയിൻ അതിന്റെ ഫ്രണ്ടിൽ അതിന്റെ പോർഷൻ കിടക്കുന്നുണ്ട്. അതുപോലെ ആ റോണോടെ ഒരു കാർ ഉണ്ടാവും, ഓർമ്മയില്ല, പറക്കും കാർ, അത് അങ്ങനെ. അതുപോലെ തന്നെ വാൻഡുകൾ ഉണ്ട്. ഇവരുടെ ഗ്രിഫിൻഡോർ അവരുടെയൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ, അതായത് നമ്മൾ മാജിക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യും. അങ്ങനത്തെ ഇത് അവർ വെച്ചേക്കുന്ന അവിടെ ഒരു ബോക്സ് തുറക്കുന്നു, പറക്കുന്നു. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ മറന്നു ഒരു സ്ഥലമാണ്. കാരണം ഞാൻ കുറേ എക്സൈറ്റിൽ ഇങ്ങനെ ഓടി ഇങ്ങനെ നടന്നു നോക്കും, അയ്യോ ആളെവിടെ, അങ്ങനെ ചുറ്റും ഉണ്ടല്ലേ, ഞാൻ എവിടെ ഉണ്ട് കിട്ടോ അങ്ങനെ പറഞ്ഞ് വിളിച്ചൊരു സ്ഥലമാണത്. അപ്പം നമ്മുടെ ഹിസ്റ്ററി ബുക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ. അപ്പം ആ സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ എങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നാഗസാക്കി പോയില്ല, ഹിരോഷിമ മാത്രമല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ദിവസങ്ങളൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഹിരോഷിമയ്ക്ക് ടോക്കിയോന്ന് ഡയറക്റ്റ് JR ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഹിരോഷിമയിൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ബസ് കിട്ടും. ഫ്രീ ബസ്സാണ് അത്. അതിൽ വാർ മെമ്മോറിയൽ എന്ന് പറയാൻ പറ്റില്ല, ഈ ആറ്റമിക് ഇതിൻ്റെ മെമ്മോറിയൽസ് ഉണ്ട്. പിന്നെ ഒരു ബിൽഡിംഗ് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചട്ടക്കൂട് മാത്രമേ കാണുള്ളൂ, കോൺക്രീറ്റ് ഇല്ലാണ്ട് ഒരു അസ്ഥി പഞ്ചരം എന്നൊക്കെ പറയണ പോലെ ആ ബിൽഡിങ്ങിൻ്റെ അസ്ഥി മാത്രമായിട്ട്. ഇപ്പം എൻ്റെ വോയിസൊക്കെ കുറച്ച് കേട്ടാവും. അങ്ങനെ അത് നമ്മൾ അപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഇത്ര 80,000 ആൾക്കാർ മരിച്ച്. അത് മാത്രമല്ല ക്യാൻസർ, ഒരുപാട് പേർക്ക് ക്യാൻസർ, അതായത് അടുത്ത തലമുറേനെയും അങ്ങനെ പല തലമുറകളും കൂടെ ബാധിച്ചൊരു ഇതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ അസ്ഥിപഞ്ജരം പോലെയുള്ള ഈ ബിൽഡിങ് കഴിഞ്ഞിട്ട് പിന്നെ ചിൽഡ്രൻസ് മെമ്മോറിയൽ ഉണ്ട്. മരിച്ചുപോയ കുട്ടികളുടെ ഓർമ്മയ്ക്കുള്ള കുറേ ഈ അവരുടെ ഇതിൽ ഒറിഗാമോ, ആ ഒരു പേപ്പർ ആർട്ടിൽ അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേപ്പർ പ്ലെയിനുകൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ പല നിറത്തിലുള്ള പ്ലെയിനുകളൊക്കെ ഇങ്ങനെ കൊണ്ട് അവിടെ വെച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വലിയ വലിയ കൂറ്റൻ മണികളുണ്ട്, പ്രയർ ഇത് അങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കില്ല. അത് അമേരിക്കൻസൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥിരമായിട്ട് കത്തുന്ന ഒരു ദീപശിഖ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മെമ്മോറിയലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് വന്ന് പോയിട്ട് ഇറങ്ങണവരെ അറിയാം നമുക്ക്. സൈലൻ്റ് ആയിട്ടായിരിക്കും അവർ വന്നിറങ്ങുന്നുണ്ടാവുക. ചിലരൊക്കെ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം അതിൽ ഈ ഒരു തുണികൾ അല്ലെങ്കിൽ ആ ബോംബിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്ററീസ്, ആൾക്കാരുടെ അനുഭവങ്ങൾ പറയണം, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, മെമ്മോറിയൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളിതിൽ ദുരന്തവും ഇതൊക്കെ കണ്ണ് നിറഞ്ഞിങ്ങനെ വരുമ്പോൾ രസമല്ല. അതൊന്ന് ഫ്രീ ബസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. അതിൽ 2 അമേരിക്കക്കാർ കയറുണ്ടായിരുന്നു. നമുക്ക് മോശമാണ് എല്ലാവരും പറയണത് കേൾക്കാനിരിക്കുന്നത്. പക്ഷെ അവർ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഞാൻ ശരിക്കും ആലോചിച്ചിട്ടാണ്. ഈ പേൾ ഹാർബർ 2ാം ലോക മഹായുദ്ധകാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ചൊറിഞ്ഞു മേടിച്ച പണിയെന്നാണ് അമേരിക്കക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പേൾ ഹാർബറിൽ പോയി അറ്റാക്ക് ചെയ്ത്, ജപ്പാനാണ് ആദ്യം അറ്റാക്ക് ചെയ്തത്. അവർ 2000 പേര് മരിച്ചു, 2000-ഓളം ആൾക്കാർ മരിച്ചുപോയി. അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ടോക്കിയോയിൽ വേറെ ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞിട്ടാണ് ഈ അണുബോംബ് ഈ 2 സ്ഥലത്തും ഇതാക്കിയത്. അപ്പം അതിനുശേഷം ജപ്പാൻ അതിന് മുന്നും ഭയങ്കര വില്ലൻ പോലെയായിരുന്നു സത്യം പറഞ്ഞാൽ. ചൈനേനെ ആക്രമിച്ചിട്ടുണ്ട്, കടലും കടന്നിട്ട് അങ്ങനെ പല രാജ്യങ്ങളിലും പല ദ്വീപുകളെയും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിരോഷിമ ഈ സംഭവത്തിന് ശേഷം പിന്നെ അവിടുത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ വികസനത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. ഇപ്പോൾ അയൽ രാജ്യങ്ങളായ ചൈന അവരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക, അവരുടെ കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ മാറിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഉയരത്തിൽ എത്താൻ പറ്റിയത്. ജപ്പാനിലെ പാസ്പോർട്ടാണ് ഇപ്പോൾ വേൾഡിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ജപ്പാനെയാണ് എല്ലാവരും മാതൃകയാക്കുന്നത്. ഇപ്പോൾ ഒരു ഭരണാധികാരികളുടെ ഒരു തീരുമാനം ഒരു രാജ്യത്തെ മൊത്തം ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളും കൂടിയാണത്. അപ്പോൾ ആ അമേരിക്കക്കാർ മെൻഷൻ ചെയ്തതും ഏകദേശം ശരിയായിട്ടുള്ള കാര്യങ്ങളാണല്ലേ? പക്ഷെ അവർ ഡിസ്കസ് ചെയ്തത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അവർ പറയുന്നത് അവരെ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ടാണ് അവർ ഹിരോഷിമ അറ്റാക്ക് നടത്തിയത്. പക്ഷെ പേൾ ഹാർബറിൻ്റെ കാര്യം എല്ലാവരും മറന്നു. എല്ലാവരും അവസാനം നടന്ന ആക്രമണം, അതല്ലെങ്കിൽ ഈ ആറ്റം ബോംബ് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നുള്ളൂ. പിന്നെ അത് ഒറ്റ ഇഷ്യൂവിൽ തന്നെ ജപ്പാൻ മുമ്പ് മറ്റു രാജ്യങ്ങളോട് ചെയ്ത എല്ലാ സാധനങ്ങളും എല്ലാവരും മറന്നു എന്നുള്ളതാണ്. അവസാനം വന്ന ഇൻസിഡൻറ്റിനെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് പറയണേ എന്നുള്ളൊരു തോട്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇത്രയും വലിയൊരു അറ്റാക്ക് നടന്നിട്ട് അവർ ഇത്രയും ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് പറയുന്നില്ലേ, 2050-ലാണ് അവർ ജീവിക്കുന്നതെന്ന് പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. അതെ. ഇത് മാത്രമല്ലല്ലോ, പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് സുനാമികൾ എപ്പോഴും വരും, ഭൂകമ്പങ്ങൾ എപ്പോഴും വരുന്നതാണ്. അവരുടെ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ പറ്റണ പോലെയാണ് ഇപ്പോൾ അവരുടെ ബിൽഡിങ്ങൊക്കെ ആർക്കിടെക്ചർ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് പല പല വെല്ലുവിളികൾ ഉണ്ടായിട്ടാണ് അവർ ഈ പൊസിഷനിൽ നിൽക്കുന്നതാണ്. ജപ്പാനിൽ സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ടോ? ജപ്പാനിൽ സെറ്റിൽ ആവാൻ പ്ലാൻ ഇല്ല. നമുക്ക് നമ്മുടെ ഇന്ത്യനെ മതി. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും. പിന്നെ മാത്രമല്ല, ജപ്പാനിലെ വർക്ക് കൾച്ചർ പറയണില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് സമയം നമുക്കായിട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഫാമിലിക്കായിട്ട് വേണ്ടേ. ഈ 9 മണിക്ക് അപ്പുറത്ത് പോയിരുന്ന കള്ളും കുടിച്ച് പിറ്റേ ദിവസം വീണ്ടും 6 മണിക്ക് എനിക്ക് പോയി വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ ശരിയാവില്ല നമുക്ക്. ബാക്കിയെല്ലാം അവരുടെ നല്ലതാണ്. വികസനമായാലും അവരുടെ ബഹുമാനം, മൂത്തവരോടുള്ള ബഹുമാനം, അത് ഫുഡ്, കാലാവസ്ഥയൊക്കെ നല്ലതാണ്. പക്ഷെ സെറ്റിൽ ഞാൻ ഇന്ത്യ മാത്രം മതി. അപ്പോൾ ഒരു യാത്രിക എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ചേച്ചി. അപ്പം
ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണ് ചേച്ചി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഫേസ് ചെയ്തിട്ടുള്ളത്? പെൺകുട്ടിയിലെ ശരി, താങ്ക് യു അല്ല, പെൺകുട്ടി അല്ല, സ്ത്രീ. ഓക്കെ. ചാലഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ വെല്ലുവിളികൾ ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ തോന്നിയത്. പിന്നെ മോശമായിട്ട് അങ്ങനെ ഞാൻ സേഫ്റ്റിയുടെ കാര്യം കുറച്ചുകൂടെ ഒന്ന് സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പെരുമാറ്റങ്ങളില്ല. പേടിച്ചിട്ടുള്ള ഇഷ്ടംപോലെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതി കണ്ടാൽ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഓണപ്പാണ്, നമുക്കറിയാം ഇത് ഏത് റൂട്ടാണ് പോകണമെന്ന്, നമുക്ക് അവിടെ വെച്ച് നിർത്താവുന്നതാണ് അല്ലേ. അതെ, സംഭാഷണങ്ങളായാലും അതെ. അതാണ്. ഇപ്പോൾ ചിലരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ വൈകുന്നേരം ഡ്രിങ്ക്സിനൊക്കെ വിളിക്കുക. നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് അവിടെ തീർന്നു, നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ സേഫ്. പിന്നെ എല്ലാ യാത്രകളും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് സുരക്ഷിതമായ വീട്ടിൽ വരേണ്ടതാണ്. നമുക്ക് ഇനിയും യാത്രകൾ, കാണാക്കാഴ്ചകൾ ഒരുപാട് ഉണ്ട്, അത് കാണേണ്ടതാണെന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മളെ ഇതിനു വേണ്ടി വിടുന്ന, സോളോ യാത്രയ്ക്ക് വേണ്ടി വിശ്വസിച്ച് വിടുന്ന ഒരാളുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ അയാളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിവതും നമ്മൾ രാത്രിയൊക്കെ യാത്രകൾ പുറം രാജ്യങ്ങളിൽ ഞാൻ ഒഴിവാക്കാറുണ്ട്. അത് ഇതേപോലെയാണ്. ആഫ്രിക്കയിലാണെങ്കിൽ അവർ പറയും 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങണ്ട, അങ്ങനെയൊക്കെ പറയും. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സേഫ്റ്റി സൈഡ് നമ്മൾ ഒരു അഡീഷണൽ സേഫ്റ്റി മെഷേഴ്സ് എടുത്തുകൊണ്ട് അവിടെ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വെല്ലുവിളിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ യാത്രകൾക്കിടയിൽ? കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ കാശ്മീരിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാശ്മീരിൽ പോകുന്നത്. ആദ്യത്തെ ഡ്രൈവർ നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. അയാളൊരു ടൂർ ഗൈഡും കൂടി ആയതുകൊണ്ട് നല്ല പെരുമാറ്റമായിരുന്നു. പക്ഷേ ഞാൻ രാത്രിയിൽ ഇതുപോലെ എനിക്ക് അവോയ്ഡ്, അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഇതല്ല, അവരുടെ 11 മണിക്ക് പുറപ്പെടേണ്ട ടാക്സി പുറപ്പെട്ടത് 4 മണിക്കാണ്. എനിക്ക് പോകേണ്ടത് ലഡാക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ ആ രാത്രി യാത്ര വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ചെയ്യണം, നിർത്തിയിട്ട് പോകണോ അതോ നാളെ വരെ വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായി. പിന്നെ ഞാനങ്ങ് പോകാമെന്ന് കരുതി. കാരണം എൻ്റെ ഒരു ദിവസം പോവാണ്, നമ്മളൊരു ദിവസം, ഞാൻ കാശ്മീർ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. പിന്നെ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ അങ്ങ് കയറി കുത്തിയിരുന്നു. ഒരു രാത്രി 8 മണി വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു 5 ലോക്കൽ ആൾക്കാരാണ്, ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരം മുഴുവൻ മതത്തിനെ പറ്റിയായി. ഇപ്പം എളുപ്പം ആൾക്കാരുടെ ഇടയിൽ തല്ലുണ്ടാക്കണ ഒരു മതം, രാഷ്ട്രീയം അല്ലേ? ഇത് ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും അവർ നമ്മളെ അതിലേക്ക് പിടിച്ചിടാം. പ്രത്യേകിച്ച് ആദ്യം പരിചയപ്പെടുമ്പോൾ പേര് ചോദിക്കും. പേരിൽ നിന്ന് തന്നെ ചില പേരിലൊക്കെ നമ്മുടെ മതം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ തോട്ട്സ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത് എന്താ പറയുക, നിങ്ങളുടെ മതത്തിന് ഇങ്ങനെ പ്രശ്നം, ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാൻ ഈശ്വരവിശ്വാസിയല്ല, നിങ്ങൾ എന്തിനാ എന്നോട് ഇത് പറയണം, എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല. അവരിങ്ങനെ അവരുടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അവരുടെ ചിന്തകൾ നമ്മുടെ അപ്പോൾ ആ സമയം എപ്പോഴും എന്താ പറയുക, 2 പേര് തമ്മിൽ ആർഗ്യൂ ചെയ്യുമ്പോഴാണ് ഇവർ ഈ വണ്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാരും കൂടെ തൂക്കിയെടുത്ത് വെളിയിൽ 5 ലോക്കൽസ് ആണുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് ലേഡി. അവരെ അങ്ങനത്തെ മോശമായ പെരുമാറ്റമില്ല. പക്ഷെ ഇത് ഒരു പേടിപ്പിക്കുന്ന കോൺവെർസേഷനായി. എനിക്ക് ഭയങ്കര പേടിയായി. ഞാനൊരു വെളുപ്പിന് 2:30-ക്കാണ് ലഡാക്കിൽ എത്തിയത്. അതുവരെ ഞാൻ ഇവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ സഹിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ നല്ല പ്രവൃത്തി, എൻ്റെ ചുറ്റുള്ള ആൾക്കാരെ നല്ല പെരുമാറ്റം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതാണ് വേണ്ടതെന്നൊക്കെ കുറേ പറയാൻ നോക്കുന്നുണ്ട്. അവരെന്ത് പറഞ്ഞാലും ഞാനിതന്നെ തിരിച്ചു പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അത് അങ്ങനെ നിർത്തിയാണ്. അത് ഒരുപാട് പേടിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആർഗ്യൂ ചെയ്യാതിരിക്കാൻ, പ്രത്യേകം പേടിച്ച് നടത്തിയൊരു യാത്രയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറയണമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളല്ല, വേറെ മതസ്ഥയാണ്, എന്നിട്ട് ഞാനിത് കേട്ടിരിക്കുന്നുണ്ട്. അതേസമയം എൻ്റെ സ്ഥാനത്ത് നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ്, നിങ്ങളോട് ഇതുപോലെ ആർഗ്യൂ ചെയ്യാനിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, 2 പേരും അവരവരുടെ മതം എന്ന് പറഞ്ഞിട്ട് തല്ലിടാൻ തുടങ്ങും, ഒരാളെടുത്ത് മറ്റേ കുത്തും തീരും. അപ്പോൾ ഇങ്ങനെയാണ് അക്രമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ദയവേത് എനിക്ക് താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണ്, വേറെ എന്തൊക്കെ ഉണ്ട് ചോദിക്കാൻ ചോദിച്ചോളൂ, അല്ലാതെ ഇത് അങ്ങനെ പേടിച്ച് ഒരു കോൺവെർസേഷനും ഒരു രാത്രിയും ആയിരുന്നു അത്. അതാ മാത്രമല്ല, അതല്ലാതെ മോശമായിട്ടുള്ള പെരുമാറ്റം ഇതുവരെ ആരുടെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഭാഗ്യം. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും. അപ്പം അവർക്ക് എന്ത് ഒരു എന്താ സജഷൻസ് ആണ് പറയാനുള്ളത്? ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടാവുക ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ? എനിക്ക് തോന്നുന്നത് പേടി കൊണ്ടിട്ടായിരിക്കും, സേഫ്റ്റി ഇത് ആലോചിച്ചിട്ടായിരിക്കും, വീടുകളിൽ നിന്ന് വിടാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അതാണ് പറഞ്ഞത്, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും, ഓരോരുത്തരുടെ വീടുകളിലെ അവസ്ഥ വ്യത്യാസമായിരിക്കും അല്ലേ. അതെ. അപ്പം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ
കൊണ്ടുവരാന്നുള്ളത് ആരുടെ കയ്യിലിരിക്കണേ? നമ്മുടെ കയ്യിലാണ് ഇരിക്കണേ അല്ലേ? ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പിന്നോട്ട് വലിക്കാന്നുണ്ടാവുന്ന സാഹചര്യങ്ങൾ? ഒന്ന് ലക്ഷ്മി പറഞ്ഞ പോലെ പേടി. അതെ അതെ പേടി നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഗ്രൂപ്പ് ടൂറുകൾ, ലേഡീസ് ഓൺലി ട്രിപ്സ് ഒരുപാടുണ്ട്. നമ്മൾ അതിനകത്ത് കയറുക, ചിലപ്പോൾ 20 പേരുണ്ടാവും, 15 പേരുണ്ടാവും. അതിനെല്ലാവരും അടിപൊളി ആൾക്കാരായിരിക്കും. നമ്മൾ സിംഗായിട്ട് ഉണ്ടാവണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ യോജിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ പിന്നീട് ഒരുമിച്ചൊരു ഗ്രൂപ്പ് പോലെ ആയിട്ട് ട്രിപ്പ് പോകാം. ചിലർക്ക് പെണ്ണുങ്ങളെ തനിച്ച്, സ്ത്രീകളെ തനിച്ച് പുറത്തു വിടുന്നത് ഒരു പേടിയായിരിക്കും, കൺസേൺ ആയിരിക്കും. അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പേടി കഴിഞ്ഞു. രണ്ടാമത്തേത് എന്തായിരിക്കും? കാരണം വീട്ടുകാരുടെ കാര്യം, വീട്ടിൽ നിന്ന് വിടാൻ ഉത്തരവാദിത്വം. നിങ്ങൾ മരിച്ചു പോയാൽ എന്താ, നിങ്ങളുടെ വീട്ടുകാർ ജീവിക്കൂലേ? ഇരിക്കും. ജീവിക്കും. അവർ സർവൈവ് ചെയ്യും. അതെ, ഞാൻ എൻ്റെ സോളോ യാത്രകൾ എപ്പോഴാണ് തുടങ്ങിയത്? എൻ്റെ രണ്ടാമത്തെ മോൾക്ക് 5 വയസ്സായപ്പോഴാണ്. അതുവരെ ഞാൻ ഈ ഒക്കത്ത് കൊച്ചിനെയും വെച്ചിട്ടൊക്കെയാണ് യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില്ല, എൻ്റെ മോളെ നോക്കുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആരാ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തനിയെ ടോയ്ലറ്റിൽ പോവാ, തനിയെ ഫുഡും വാരി കഴിക്കുക. ആ സമയം വരെ ഞാൻ എൻ്റെ ആഗ്രഹം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സോളോ തുടങ്ങി അല്ലേ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രക്കിങ്ങിൽ, ഹസ്ബൻഡ് ട്രക്കിങ് താല്പര്യമില്ലാത്തല്ല, വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. അപ്പോൾ ശരി, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഈ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ കുളിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നിവൃത്തിയില്ലാണ്ട് വെള്ളം കിട്ടാഞ്ഞിട്ടാണ്, കുളിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ. ഒന്നുകിൽ പക്ഷെ കൈക്കുഞ്ഞുങ്ങളായിട്ട് പോകുന്നവരുണ്ട്, കുട്ടീനെ വീട്ടിലിട്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യലേ, മാനേജ് ചെയ്യുക. അതാണ് രണ്ടാമത്തത്. പിന്നെ ഭർത്താക്കന്മാർ ഞാൻ ചില വൈറലായ കുറിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യ സോളോ ട്രിപ്പ് വിട്ടു, അവളുടെ പിറന്നാളിന്, അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ വിടുക എന്ന് വെച്ചാൽ എന്താ, താലി കെട്ടി കാലിലും കെട്ടി കിട്ടോ? അങ്ങനെയല്ലോ. നമ്മൾ രണ്ടുപേരും 2 ഇൻഡിവിജ്വലാണ്. എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആളെ അനുവദിക്കുന്നിടത്തോളം കാലം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആൾ ഉത്തരവാദിയാണ് അല്ലേ. രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആണ്. രണ്ടുപേർക്കും ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം. ഞാൻ ഹാപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ അടുക്കളയുടെ ഉള്ളിലിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകാതെ അല്ലെങ്കിൽ ഈ വീടുകാരും മാത്രം നോക്കിയിരുന്ന എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് വല്ല സന്തോഷം ഉണ്ടാവും. ഞാൻ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ വീട് എങ്ങനെ ഇരിക്കും? അപ്പോൾ ഭർത്താവിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക, നമുക്ക് സന്തോഷമുള്ളത് ചെയ്യാൻ അവരപ്പോൾ ഓട്ടോമാറ്റിക് സമ്മതിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കൺസേൺസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ, അതായത് എനിക്ക് ഗ്രൂപ്പ് ടൂർ പോകാൻ പറ്റും, എല്ലാം സോളോ തന്നെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വിടാത്തവരാണെങ്കിൽ സോളോ പോകണ്ടെന്നൊക്കെ ഗ്രൂപ്പ് പോവുക, വിടുന്നവരാണെന്നുണ്ടെങ്കിൽ സോളോ പോവുക. അങ്ങനെ ഞാൻ 4 ടൈപ്പ് യാത്രകൾ ഒരു വർഷം ചെയ്യാറുണ്ട്. സോളോ ട്രിപ്പ് ചെയ്യാറുണ്ട്. സോളോ ട്രിപ്പ് മെയിൻലി ട്രക്കിംഗ് ഒക്കെയാണ്. അവരെ പറ്റിയ കൂട്ടമൊന്നും കിട്ടാറില്ല എൻ്റെ ലീവിനനുസരിച്ച്. ഞാൻ പ്രവാസിയാണല്ലോ, ആ 22 ദിവസത്തെ ലീവുള്ളൂ. അപ്പോൾ അത് ക്ലബ് ചെയ്ത് പോകുമ്പോൾ ഇത്തിരി പാടാണ്. പിന്നെ എനിക്ക് ലേഡീസിൻ്റെ ഗ്രൂപ്പ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കോളേജ് കാലഘട്ടത്തിൽ പോണ ഒരു ഇതാണ്. പാട്ട്, കൂത്ത്, ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല പുതിയ ഫ്രണ്ട്സിനെ കിട്ടാമല്ലേ. സോളോ യാത്രയിൽ ഫ്രണ്ട്സിനെ കിട്ടില്ല എന്നല്ല, നല്ലൊരു പരിധി വരെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ. ഇപ്പം കഴിഞ്ഞ വർഷം ഞാനൊരു ഭൂട്ടാൻ യാത്ര എടുത്ത് എൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് ട്രിപ്പിലൊരു കുട്ടിയായിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ആ കോണ്ടാക്റ്റ് ഉണ്ട്. എല്ലാവരും നല്ലതായിരിക്കും, എല്ലാവരും അടിപൊളിയായിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റിയ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം, അവരോട് കൂട്ടുകൂടണം. സിമ്പിളാണ് അത്. അപ്പോൾ പിന്നെ ഞാൻ സോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ട്രിപ്പ് പോകാറുണ്ട്. മൊത്തം ഫാമിലിക്ക് ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോകാറുണ്ട്. പിന്നെ പലതരം യാത്രകളിൽ പലതരത്തിലുള്ളതാണ്. ഫാമിലി ആയിട്ട് എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ നമുക്കുള്ളൊരു ഡ്രോബാക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥലമേ മാറുന്നുള്ളൂ അല്ലേ. നമ്മൾ കാണുന്ന ആൾക്കാരും പിന്നെ നമ്മുടെ പ്രിഫറൻസ് പോകും. ഓക്കെ, എൻ്റെ ചെറിയ മോള് ഭയങ്കര കൺസേൺസ് കുറച്ചുകൂടെ കൂടും. അവള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സ്ലോ. അവള് 1 മണിക്കൂർ എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അങ്ങനെ കുറെ താളം തെറ്റും. പിന്നെ ഇപ്പൊ അവരുടെ ഇതും ചെറിയ ആൾക്ക് ഇപ്പോൾ കസിൻസിന്റെ കൂടെ കളിച്ചാൽ മതി, ട്രിപ്പിന് വേണമെന്നില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ കൂടെ കമ്പനി ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. താല്പര്യങ്ങൾ ഇപ്പൊ എല്ലാം കാണാൻ ഇഷ്ടമുള്ള ആളാണോ? മ്യൂസിയം ഒക്കെ കാണും, ചിലർക്ക് അത് പിടിക്കില്ല. ചിലർക്ക് ഇപ്പൊ എൻ്റെ മോളെ കൊണ്ട് ഞാൻ ടർക്കിയിൽ ഞങ്ങൾ 2 പേരും കൂടെ അവളുടെ ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കൊണ്ടുപോയതാണ്. 4 പാലസ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുത്തു, എന്തെന്നാ ഇത് പിന്നെയും പാലസാണ്. അപ്പൊ നമ്മള് കൂടെയുള്ള കമ്പനി ഒരു വലിയ ഫാക്ടറാണ്. ശരിയാ, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഹംപി പോയപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതായത് 2 ദിവസത്താണുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ എല്ലായിടത്തും എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ വരുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് പറ്റിയ കമ്പനി കണ്ടുപിടിക്കുക എന്നുള്ളത് ഗ്രൂപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുള്ള വഴി നമ്മൾ സ്വയം കണ്ടുപിടിക്കും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന മണി എന്തെങ്കിലും സേവിങ്സ് 1 മാസം എടുത്തു വയ്ക്കുക. എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇപ്പോൾ എല്ലാവർക്കും, എല്ലാ ലേഡീസിനും ആഗ്രഹമുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റട്ടെ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ വീട്ടുകാരെല്ലാവരും അവരെ സപ്പോർട്ടും ചെയ്യട്ടെ. ഇതൊക്കെയല്ലേ നമുക്ക്. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചൊരു സംഭവമാണ് കയ്യിലെ. ടാറ്റോ ആണോ? അതെ അതെ, EBCയും
കിളിമാഞ്ചാരവും എനിക്കും ചെയ്യണം. ചെയ്യണം. പക്ഷേ ഇത് ഞാൻ ടാറ്റു എനിക്ക് ഇഷ്ടമാണ്. മലകൾ ആണ് ടാറ്റു ചെയ്തത്. ഈ 2 ടാറ്റു ചെയ്യാനുള്ള കാരണം നമ്മുടെ സാൻഡോ ആണ്. സാൻഡോനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോന്നുന്നു. ഞാൻ പരിചയപ്പെട്ടത് സാൻഡോയുടെ യാത്രകളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരു ചാൻസ് കിട്ടിയത് സഞ്ചാരിയുടെ UAE ചാപ്റ്ററിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഹൈക്ക് ഉണ്ടായിരുന്നു. ആ ഹൈക്കിലെ ഒരു അതിഥിയായിട്ടാണ് സാൻഡോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാൻഡോ പറഞ്ഞത് കിളിമഞ്ചാരോ ഒക്കെ ചെയ്തത് ഒരു നേട്ടമാണ്, അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല, അതുകൊണ്ട് ചേച്ചി എന്തായാലും ടാറ്റു ചെയ്യേണ്ട ഇതാണെന്ന് പറഞ്ഞിട്ടാണ്. സാൻഡോ പറഞ്ഞതല്ലേ, സാൻഡോനെ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് പോയി ചെയ്തതാണ് ഈ ടാറ്റു ഒക്കെ. അപ്പോൾ നമ്മുടെ ട്രാവലിസ്റ്റയുടെ പുതിയൊരു സെഗ്മെൻ്റ് ആണല്ലോ ഇത്. സ്ത്രീ യാത്രികരെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഗ്മെന്റിൽ ആദ്യത്തെ ഗസ്റ്റാണ് ചേച്ചി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം? എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ പുതിയ സ്റ്റുഡിയോ ആണ്, എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാൻഡോ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലേ. സ്വപ്ന സഞ്ചാരി എന്നുള്ള ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇത് ലേഡീസിന് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ പ്ലാറ്റ്ഫോം അധികം ലഭിക്കണില്ല ലേഡീസിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ യാത്രാരംഗത്ത് ഉണ്ട്. IBC കയറിയവർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ വൈറലായ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സ്റ്റുഡിയോ കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ പിന്നിൽ പ്രവർത്തിച്ച അഖില് ജയ്മോൻ അല്ലേ, അപ്പോൾ അവർക്കൊക്കെ എൻ്റെ താങ്ക്സ് പറയണം. എന്നെ ഇതിൽ വിളിച്ച് എൻ്റെ അടുത്ത് സാൻഡോൻ്റെ അടുത്തും പ്രത്യേകം നന്ദി, ഇവരുടെ അടുത്തും നല്ലോണം കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല പ്രോപ്പറാണ്. പിന്നെ നല്ലൊരു ആങ്കറെ അല്ലേ കിട്ടിയത്. അതേപോലെ ഞങ്ങളൊരു ബേസിൽ ടൊവിനോ കോംബോ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നസെന്റ് ശങ്കരാടി കൊമ്പോയി പോയി. ഏത് രേഖ ഇതാണ്. അപ്പോൾ സാരില്ല, നമുക്ക് അടുത്തിട്ട് പിടിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ കൂടി നിന്ന് ട്രാവൽ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത കവിത ചേച്ചിക്ക് ഒരു വലിയ നന്ദി. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ കൂടെ ഇനിയും കൂടുതൽ സ്ത്രീ യാത്രികരെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അവരുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ ട്രാവലിസ്റ്റ എന്ന് പറഞ്ഞൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനലിൽ വരുന്ന ട്രാവൽ സ്റ്റോറീസ് നിങ്ങൾ കേൾക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും നന്ദി.